Hello everyone, this is Gayatri Shankar and welcome back to my YouTube channel. ഇന്ന് നമ്മളിവിടെ കേരള സെറ്റ് പ്രിപ്പറേഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്നാമത്തെ ക്ലാസ് ആണ്. നമ്മൾ യൂണിറ്റ് 4-നകത്തുള്ള മോഡ്യൂൾ 3-ലെ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് മെയിൽസും വാട്സാപ്പ് മെസ്സേജസും ഒക്കെ വന്നിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. സോ എവറിബഡി വാസ് ആസ്കിങ് ഞാൻ എന്തുകൊണ്ട് യൂണിറ്റ് 4 മുതൽ സ്റ്റാർട്ട് ചെയ്തു, യൂണിറ്റ് 1, 2, 3 എന്താ എടുക്കാത്തതെന്ന്. ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലും അതോടൊപ്പം ഞാൻ ഈ ഡീറ്റെയിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ അതിലെ ഫസ്റ്റ് വീഡിയോയിലും പറഞ്ഞിരുന്നു, നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഹാർഡ് വർക്കിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് സ്മാർട്ട് വർക്ക് ആണ്. കേരള സെറ്റ് പേപ്പർ 1-നെ സംബന്ധിച്ച് നമുക്ക് 2 പോർഷൻസ് ആണ് ഉള്ളത്. ഒന്നൊരു സ്റ്റാറ്റിക് പോർഷനും മറ്റേതൊരു ഡൈനാമിക് പോർഷനും ആണ്. അതിലെ ഡൈനാമിക് പോർഷൻ ആണ് യൂണിറ്റ് 1, 2 and 3, which is general awareness, GK and general studies. വളരെ വാസ്റ്റ് പോർഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ട് പോയാലും നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കിട്ടണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്തൊരു പോർഷനാണ്. ബട്ട് അതേസമയം യൂണിറ്റ് 4, 5 and 6 വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷനാണ്. നമ്മൾ BEdന് പഠിക്കുന്ന കുറെ ഏരിയാസ് ആണ്. നമ്മൾ പഠിച്ചിട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആൻഡ് യു ക്യാൻ ഈസിലി സ്കോർ ഫ്രം 70 to 74 മാർക്സ് വിത്ത് ജസ്റ്റ് ദിസ് 3 യൂണിറ്റ്സ്. ഈ 3 യൂണിറ്റും നന്നായിട്ട് നോക്കിയിട്ട് പോകണമെങ്കിൽ 74 മാർക്സ് വരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു റീച്ച് യുവർ അഗ്രിഗേറ്റ് വിത്തൗട്ട് ഡൗട്ട്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജി, പേഴ്സണാലിറ്റി, ഇന്റലിജൻസ്, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അഡലസന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവയാണ്. നിങ്ങളുടെ സെറ്റിന്റെ സിലബസിൽ മോഡ്യൂൾ 3-ൽ കൊടുത്തിരിക്കുന്ന സിലബസ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് ക്ലാസ്. ആദ്യം തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ മീനിങ് എന്താണെന്ന് നോക്കാം. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി that studies how people learn and retain knowledge. ആൾക്കാർ എങ്ങനെയാണ് പഠിക്കുന്നത്, അവരെങ്ങനെയാണ് ആ പഠിച്ച കാര്യങ്ങൾ തലച്ചോറിൽ റീറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി നടത്തുന്ന ബ്രാഞ്ചാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇറ്റ് മെയിൻലി ഫോക്കസസ് ഓൺ ലേണിംഗ് പ്രോസസ്. ആൾക്കാർ എങ്ങനെയാണ് പഠിക്കുന്നത്, ടീച്ചിങ് മെത്തേഡ്സ്, നമുക്ക് എങ്ങനെ പഠിപ്പിക്കാം, എഫക്റ്റീവ് ആയിട്ട് പഠിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, ഇന്ന് തന്നെ ഞാൻ ഇവിടെ ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ റിട്ടേൺ കണ്ടന്റ് മാത്രമായിട്ട് പ്രസന്റ് ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും ഒരു പടവും കൂടെ ആഡ് ചെയ്യാണ്, ഒരു എലമെന്റും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ വിഷ്വൽ ലേണേഴ്സിന് എന്ത് ചെയ്യും, അത് കുറച്ചുകൂടെ അപ്പീലിംഗ് ആയിരിക്കും, കുറച്ചുകൂടെ മനസ്സിൽ റീറ്റെയിൻ ചെയ്യും. അപ്പം ടീച്ചിങ് മെത്തേഡ്സ് എങ്ങനെയായിരിക്കണം, സ്റ്റുഡൻറ് ബിഹേവിയർ ആൻഡ് മോട്ടിവേഷൻ. നമുക്കറിയാം കുട്ടികൾ ഓരോ പ്രായത്തിലും ഓരോ രീതിയിലുള്ള ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അപ്പൊ അവരുടെ ബിഹേവിയറും അവരുടെ മോട്ടിവേഷൻ ലെവൽസും ഒക്കെ പ്രായത്തിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ആസ് എ ടീച്ചർ. ആൻഡ് ഓൾസോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റും അവരുടെ ചിന്താശേഷിയും ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കൃത്യമായ ധാരണ ആർക്കുണ്ടാവണം, ടീച്ചറിനുണ്ടാവണം. സോ എവറി ടീച്ചർ ഇസ് മെന്റ് ടു സ്റ്റഡി educational psychology. Now let us look into the scope of educational psychology. നമ്മൾ മേജർ ആയിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സ്കോപ്പിനകത്ത് കൊണ്ടുവരുന്നതാണ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു കുട്ടിയുടെ കൊഗ്നിഷൻ എങ്ങനെയായിരിക്കും, തിങ്കിങ് എങ്ങനെയായിരിക്കും, മെമ്മറി എങ്ങനെയായിരിക്കും, പെർസെപ്ഷൻ എങ്ങനെയായിരിക്കും, സെൻസേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം കൊഗ്നിറ്റിവിസത്തിന്റെ അടിയിൽ വരുന്നതാണ്. സോ ഒരു കുട്ടിയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, പ്രായത്തിനനുസരിച്ച് എങ്ങനെ മാറും എന്നുള്ളത് ഒരു ടീച്ചർ അറിഞ്ഞിരിക്കണം. അതുപോലെ ഇമോഷണൽ ഡെവലപ്മെന്റ്, കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ നമ്മൾ വലുതാവും തോറും നമ്മുടെ ഇമോഷൻസ് മാറി മാറി വരും, നമ്മൾ കുറെ കൂടെ ഇമോഷണലി സ്റ്റേബിൾ ആവും അല്ലെ. അപ്പം അതിനെ പറ്റി അറിഞ്ഞിരിക്കണം. അതുപോലെ സോഷ്യൽ ഡെവലപ്മെന്റ്, കുട്ടികളെ സോഷ്യലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, എഡ്യൂക്കേഷൻ നടന്നതായിട്ട് പറയാൻ പറ്റുള്ളൂ. സോ എഡ്യൂക്കേഷൻ ഇസ് ഓൾസോ സോഷ്യലൈസിങ് പ്രോസസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് അല്ലെ. അപ്പൊ അതെല്ലാം സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ അടിയിൽ വരുന്ന കാര്യമാണ്. അതുപോലെ ലേണിംഗ് പ്രോസസ് എങ്ങനെയാണ്, ഹൗ സ്റ്റുഡൻസ് അക്വയർ പ്രോസസ് ആൻഡ് റീറ്റെയിൻ ഇൻഫർമേഷൻ. നമ്മൾ എങ്ങനെയാണ് കുട്ടിക്ക് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്, ആ കുട്ടി അത് എങ്ങനെ പ്രോസസ് ചെയ്യുന്നു, അത് കൂടുതൽ സമയം നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും ലേണിംഗ് പ്രോസസ്സിന്റെ അടിയിൽ വരും. അതുപോലെ ടീച്ചിങ് മെത്തേഡ്സ്, എഫക്റ്റീവ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്, എങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് കുട്ടിയെ പഠിപ്പിക്കുന്നത്. അതുപോലെ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ, നമുക്കറിയാം നമ്മൾ പഠിപ്പിച്ചാൽ മാത്രം പോരാ, പഠിപ്പിച്ച കാര്യം കുട്ടിയിലേക്ക് എത്തിയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ
ഇഫക്റ്റീവ് ആയിട്ടുള്ള അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ നടത്തേണ്ടതുണ്ട്. അപ്പം മെഷറിംഗ് ഓഫ് ലേണിംഗ് ഔട്ട്കംസും എന്തിന്റെ അടിയിൽ വരുന്നതാണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സ്കോപ്പിന്റെ അടിയിൽ വരുന്നതാണ്. പിന്നെ ഒന്നാണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കണമെങ്കിൽ നമുക്കൊരു കൺഡ്യൂസീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെന്റ് വേണം. ആ എൻവയോൺമെന്റ് ക്ലാസ്സിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അത് കുട്ടികളുടെ സൈക്കോളജി അറിഞ്ഞാൽ മാത്രമേ ക്ലാസ് നന്നായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് വാട്ട് ക്ലാസ് റൂം മാനേജ്മെന്റ് ഇസ്, ആൻഡ് ഇറ്റ് ഓൾസോ കംസ് അണ്ടർ ദി സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ചുരുക്കി പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി സ്റ്റഡീസ് ലേണിംഗ് പ്രോസസ്സസ്, സ്റ്റുഡൻറ് ബിഹേവിയർ ആൻഡ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ്. അതുപോലെ അത് കരിക്കുലം ഡെവലപ്പ് ചെയ്യാനും ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാനും സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്. അടുത്തത് നമുക്ക് നോക്കേണ്ടത് സ്കൂൾസ് ഓഫ് സൈക്കോളജി. ഐ തിങ്ക് എല്ലാവരും ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടാവും, BEd തന്നെ അല്ലെ. ഫസ്റ്റ് സെമ്മിൽ നമുക്ക് സ്കൂൾസ് ഓഫ് സൈക്കോളജി പഠിക്കാനുണ്ട്. സെക്കൻഡ് സെമ്മിൽ അഗെയിൻ ലേണിംഗ് തിയറീസ് എന്ന് പറഞ്ഞ് പിന്നെയും പഠിക്കാനുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷന്റെ ബേസിസിലുള്ള ഏത് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോയാലും സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ഇറ്റ്. ആദ്യം തന്നെ സ്ട്രക്ചറലിസം. നമുക്കറിയാം ഏറ്റവും ഓൾഡസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജി ആണ് സ്ട്രക്ചറലിസം. വില്യം വൂണ്ട് ആണ് സ്ട്രക്ചറലിസത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ടിച്ച്നറും അതിന്റെ ഒരു പ്രൊപ്പണന്റ് ആയിരുന്നു. സോ മെയിൻ ഫോക്കസ് ഓഫ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ഡൗൺ കോൺഷ്യസ്നെസ് ഇൻ ടു ബേസിക് എലമെന്റ്സ്, അതായത് മൈൻഡിന്റെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുന്ന ഒരു സ്കൂൾ ഓഫ് സൈക്കോളജി ആയിരുന്നു സ്ട്രക്ചറലിസം. കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ ആയിരുന്നു. ഇൻട്രോസ്പെക്ഷൻ മീൻസ് സെൽഫ് ഒബ്സർവേഷൻ. നമ്മൾ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ മെന്റൽ പ്രോസസ്സസ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതായിരുന്നു കീ കോൺസെപ്റ്റ് ഓഫ് അല്ലെങ്കിൽ കീ ടൂൾ ഇൻ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. സോ സ്ട്രക്ചറലിസം ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ എക്സ്പെരിമെന്റൽ സൈക്കോളജി. മോഡേൺ എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ സ്ട്രക്ചറലിസം ആയിരുന്നു. ഇനി അടുത്തത് ഫങ്ഷണലിസം ആണ്. ഫങ്ഷണലിസം മുമ്പോട്ട് വയ്ക്കുന്ന ആളുടെ പേരാണ് വില്യം ജെയിംസ്. അതിന്റെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് ബിഹേവിയർ, മെന്റൽ പ്രോസസ്സസ് ഇൻ അഡാപ്റ്റിംഗ് ടു ആൻ എൻവയോൺമെന്റ്. ഒരു എൻവയോൺമെന്റ് കുട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് എങ്ങനെ ഫങ്ഷൻ ചെയ്താണ് കുട്ടി അതിനോട് അഡാപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ സ്റ്റഡിയാണ് ഫങ്ഷണലിസം സ്കൂളിൽ ഓഫ് സൈക്കോളജിക്കകത്ത് നടക്കുന്നത്. അതിൽ കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഇസ് എ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് തോട്ട്സ് എന്നുള്ളതാണ്. നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഒരു നദി പോലെ ആശയങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഫങ്ഷണലിസം പറയുന്നത്. ഇറ്റ് എംഫസൈസ് പ്രാഗ്മാറ്റിസം ആൻഡ് ഹൗ ബിഹേവിയർ ഹെൽപ്പ് us ടു അഡാപ്റ്റ് ടു ദി വേൾഡ്. നമ്മുടെ ബിഹേവിയർ നമ്മളെ എങ്ങനെയാണ് വരുന്ന ലോകത്തിനോട് അഡാപ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഫങ്ഷണലിസം സ്റ്റഡി ചെയ്തിരുന്നത്. അടുത്ത സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് ബിഹേവിയറിസം. JB വാട്സൺ ആണ് ബിഹേവിയറിസത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. അതല്ലാതെ നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന 2 പേരുകളാണ് സ്കിന്നറും പാവ്ലോവും. ഇതിലെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത് ഒബ്സർവബിൾ ബിഹേവിയർ, അതായത് ഓവേർട്ട് ആയിട്ടുള്ള ബിഹേവിയർ, നമുക്ക് കാണാൻ സാധിക്കുന്ന കുട്ടിയുടെ ബിഹേവിയർ വെച്ചിട്ട് നമുക്ക് കുട്ടിയുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അളക്കാൻ സാധിക്കുകയും ആ ഉള്ളിൽ സംഭവിക്കുന്ന പ്രോസസ്സ് മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുട്ടിയെ ഷേപ്പ് ചെയ്ത് നമുക്കൊരു എൻവയോൺമെന്റിൽ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ബിഹേവിയറിസം മുമ്പോട്ട് വയ്ക്കുന്ന ആശയം. അതുപോലെ കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ് ആണ്. അത് പാവ്ലോവിന്റെ കേസിലാണ് സ്റ്റിമുലസ് റെസ്പോൺസ് വരുന്നത്. സ്കിന്നർ ആകുമ്പോൾ അത് തിരിച്ചാണ്, റെസ്പോൺസ് സ്റ്റിമുലസ് റിലേഷൻഷിപ്പ് ആണ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ബിഹേവിയർ ഇസ് ഷേപ്ഡ് ബൈ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ്. ഇത് ഓപ്പറന്റ് കണ്ടീഷനിങ്, നമ്മുടെ സ്കിന്നർ പറഞ്ഞ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ അടിയിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ. ഈ ചാപ്റ്ററിൽ നമുക്ക് ലേണിംഗ് തിയറീസ് പഠിക്കാനില്ല, ബട്ട് എനിക്ക് തോന്നുന്നു യൂണിറ്റ് 5ന്റെ അടിയിൽ ലേണിംഗ് എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ നൗ ആസ് എ പോയിന്റ് യു ജസ്റ്റ് റിമെമ്പർ, ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നത് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ്സോ പണിഷ്മെന്റ്സോ കൊടുക്കുമ്പോഴാണ് എന്ന് പറഞ്ഞത് ഓപ്പറന്റ് കണ്ടീഷനിങ്, സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ അടിയിലാണ്. അതൊരു ബിഹേവിയറിസത്തിൽ ഒരു മേജർ കോൺസെപ്റ്റ് തന്നെയാണ്. അടുത്ത സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ജസ്റ്റാൾ സൈക്കോളജി. ജസ്റ്റാൾ സൈക്കോളജിയിൽ 3 ആൾക്കാരുടെ പേരാണ് എപ്പോഴും എടുത്തു കേൾക്കുന്നത്: വോർത്ത്മേർ, കോഹ്ലർ ആൻഡ് കോഫ്ക. അതിൽ കോഹ്ലറിന്റെ ആണ് ചിമ്പാൻസി ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്. ഞാൻ സെറ്റിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കോഹ്ലറിന്റെ ചിമ്പാൻസി എക്സ്പെരിമെന്റിലെ ചിമ്പാൻസിയുടെ പേരെന്തായിരുന്നു? സുൽത്താൻ.
സോ നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നൊന്നുമില്ല. നമ്മളൊരു ഇങ്ങനെ ഒരു MCQ ടൈപ്പ് എക്സാമിന് പോകുമ്പോൾ അതിലെ മേജർ പോയിന്റ്സ് നോക്കി വെച്ചിട്ട് പോവുക. അല്ലാതെ ഒരു ഭയങ്കര ഡീറ്റെയിൽഡ് നോട്ട് ഉണ്ടാക്കുന്നതിലൊന്നും കാര്യമില്ല. വളരെ ക്രിസ്പായിട്ട് പോയിന്റ്സ് മാത്രം എഴുതി പോയാൽ മതി കേട്ടോ. അടുത്തത് ഫോക്കസ്. ഫോക്കസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ജസ്റ്റാൾ സൈക്കോളജിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് പെർസെപ്ഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ് ആണ്. അതായത് ഇപ്പൊ നമ്മുടെ മുമ്പിൽ കുറച്ച് ഡോട്ട്സ്, ഇപ്പം ഒരു പൂച്ചയെ പോലെ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ഡോട്ട്സ് ഒരു കുട്ടിയുടെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഒരു എന്താ പറയുന്ന, ആ കുട്ടിയുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ടു കണക്ട് ദീസ് ഡോട്ട്സ് ആൻഡ് സേ ദാറ്റ് ഇറ്റ് ഇസ് എ കാറ്റ്. അതൊരു പൂച്ചയാണെന്ന് ആ കുട്ടി ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ കുറച്ച് പാർട്സ് കൊടുക്കുമ്പോൾ അതിനെ പൂരിപ്പിച്ച് ഒരു ഹോളിസ്റ്റിക് ബിഗ് പിക്ചർ കാണാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ജസ്റ്റാൾ സ്കൂൾ ഓഫ് സൈക്കോളജിയുടെ മെയിൻ ഫോക്കസ്. നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ട്, നമുക്കൊരു ഇൻസൈറ്റ് വരാനുള്ള ഒരു കേപ്പബിലിറ്റി ഹ്യൂമൻസിനുണ്ട്. സോ ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റാൾ സൈക്കോളജിയുടെ ബേസ് ചെയ്തിട്ട് ഇൻസൈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ താഴെ പറയുന്ന ഏത് സ്കൂളിലാണ് പ്രസന്റ് ആയിരിക്കും, ഏത് സ്കൂളാണ് സജസ്റ്റ് ചെയ്യുന്നത്? ജസ്റ്റാൾ സൈക്കോളജിയാണ് ഇൻസൈറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മുമ്പോട്ട് വെക്കുന്നത്. ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല, സോ യു ബെറ്റർ നോട്ട് ഇറ്റ് ഡൗൺ. അതുപോലെ എംഫസൈസിങ് ഹോളിസ്റ്റിക് റാദർ ദാൻ ഫ്രാഗ്മെന്റഡ് പീസസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് ഡോട്ട്സ് തരികയാണ് വിച്ച് ലുക്സ് ലൈക്ക് എ പിക്ചർ. നമ്മൾ ഹോളായിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു പിക്ചർ ആവുമെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ ഒരു സ്വാഭാവിക ഒരു പ്രോസസ്സാണ് ടു ഫിൽ ഇറ്റ്, ടു എന്താണ് മേക്ക് ഇറ്റ് ഇൻ ടു എ ബിഗ് പിക്ചർ ആൻഡ് സീ ഇറ്റ് ആസ് എ ഹോൾ റാദർ ദാൻ സ്മോൾ ഡോട്ട്സ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് പാർട്സ്. നമ്മൾ കുട്ടി കുട്ടി പാർട്സിനെ നോക്കുന്നതിനേക്കാൾ അതിനെ ഒരു ബിഗ് പിക്ചറായിട്ട് കാണാനാണ് നമ്മുടെ മൈൻഡിന് ഇഷ്ടം എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇനി അടുത്തത് നമ്മുടെ സൈക്കോ അനലിറ്റിക് സ്കൂളാണ്. സൈക്കോ അനലിറ്റിക് സ്കൂൾ എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് മുമ്പോട്ട് വെച്ച കാര്യമാണ്. അതിൽ നമ്മുടെ മൈൻഡിന് 3 ലെവൽസ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് മൈൻഡ് 3 ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഷ്യസ്നെസ്, സബ് കോൺഷ്യസ്നെസ് ആൻഡ് അൺകോൺഷ്യസ്നെസ്. അതിൽ അൺകോൺഷ്യസ് മൈൻഡാണ് ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും ഇന്നർ കോൺഫ്ലിക്ട്സും, നമ്മുടെ ഇൻസ്റ്റിങ്സ് ഒക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ അദ്ദേഹം മുമ്പോട്ട് വെച്ച ഒരു 3 കീ കോൺസെപ്റ്റ്സ് ആണ് ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇഡ് എന്ന് പറയുന്നത് അടുത്താണ് നമ്മുടെ ഇൻസ്റ്റിങ്സ്, അതായത് ഇപ്പൊ സെക്ഷൽ ഇൻസ്റ്റിങ്സ് ആയാലും അല്ലെങ്കിൽ ഹങ്കർ, തേഴ്സ്റ്റ്, പിന്നെ നമുക്ക് അതുപോലെയുള്ള ചില ടാബു ടൈപ്പ് ഓഫ് ഇൻസ്റ്റിങ്സ് നമ്മളിലുള്ളത് നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഇഡിലാണ് സൂക്ഷിക്കുന്നത്. അതേസമയം സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മോറൽ വാച്ച് ഡോഗ് എന്നാണ് അറിയപ്പെടുന്നത്. സൂപ്പർ ഈഗോ ഇസ് ലൈക്ക് ദി എപ്പിറ്റോം ഓഫ് മൊറാലിറ്റി. നമ്മുടെ ഇൻസ്റ്റിങ്സ് നമ്മളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുമ്പോട്ട് വയ്ക്കുന്ന ആളാണ് ആര്? സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇനി ഈഗോ ഇസ് ആക്ച്വലി ഇത് റിയാലിറ്റി. സി, നമ്മളെ സംബന്ധിച്ച് സൈക്കോളജിയിൽ പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിങ്സ് അല്ലെങ്കിൽ നമ്മുടെ സെക്ഷൽ ഡിസയേഴ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡിസയേഴ്സ് പ്രോപ്പർ ആയിട്ട് സാറ്റിസ്ഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? മെന്റൽ ഡിസബിലിറ്റി, ഇൻസ്റ്റെബിലിറ്റി വരാനുള്ള ചാൻസുകളുണ്ട്. ഇപ്പൊ നമ്മുടെ മൊറാലിറ്റി ഭയങ്കര സ്ട്രോങ് ആണ്, അങ്ങനെ ചെയ്യരുത്, നമ്മളെ ഇൻസ്റ്റിങ്സിനെ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? മെന്റൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ മെന്റൽ ബാലൻസ്, ഡിസബിലിറ്റി അല്ല സോറി, മെന്റൽ ഇംബാലൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ മെന്റൽ ഇംബാലൻസ് വരാതെ നമ്മുടെ ഇൻസ്റ്റിങ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുകയും അതേസമയം നമ്മുടെ മൊറാലിറ്റി, നമ്മുടെ സോഷ്യൽ സെറ്റിങ്ങിൽ നമ്മുടെ മൊറാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്നത്. സോ ഇഡ് represents the instincts, super ego represents the morality, and ego represents the actual reality. Ego helps in satisfying instincts, at the same time looking after the core morality and norms of the society. അതുപോലെ അദ്ദേഹം റെപ്രസെന്റ് ചെയ്ത മറ്റൊരു തോട്ടാണ് ഡിഫൻസ് മെക്കാനിസംസ് എന്നുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകുമ്പം സംസാരിക്കാം. ഇതുപോലെ സെറ്റിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഡ്രീം അനാലിസിസ് ആരുമായിട്ടാണ് ഈ താഴെ പറയുന്നതിൽ ഏത് സൈക്കോളജിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സോ ഡ്രീം അനാലിസിസും ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫ്രീ അസോസിയേഷൻ എന്നുള്ള 2 കോൺസെപ്റ്റ് മുമ്പോട്ട് വെക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അടുത്ത സ്കൂൾ എന്ന് പറയുന്നത് ഹ്യൂമനിസ്റ്റിക് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണും. മാസ്ലോ ഹൈറാർക്കി, മാസ്ലോയും കാൾ റോജേഴ്സും രണ്ടുപേരും ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ പ്രൊപ്പണൻസ് ആയിരുന്നു. അതിൽ കാൾ റോജേഴ്സ് ആണ് മേജർ പ്രൊപ്പണന്റ് ഓഫ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി.
സോ ഫോക്കസ് എന്ന് പറയുന്നത് ഒരാളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. നിങ്ങൾക്ക് അറിയാം, മാസ്ലോസ് ഹൈറാർക്കി പറയേണ്ട ആവശ്യമില്ല, ബി എഡ് പഠിച്ച് എല്ലാവരും പിന്നെയും വായിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അത്. രസമുള്ള ഒരു പിരമിഡാണ് അല്ലെ, ഹൈറാർക്കിയാണ് പഠിക്കാൻ. അതുപോലെ ഇത് ഞാൻ സെറ്റ് എഴുതിയ വർഷം ചോദിച്ചൊരു ചോദ്യമാണ്. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏത് സൈക്കോളജിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാൾ റോജേഴ്സുമായിട്ടാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്സ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് എന്നുള്ള കോൺസെപ്റ്റ് മുമ്പോട്ട് വയ്ക്കുന്നത് കാൾ റോജേഴ്സ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ തെറപ്പി എന്ന കോൺസെപ്റ്റിനകത്ത്, തെറപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും, കൗൺസിലിംഗ് അല്ലെങ്കിൽ ഗൈഡൻസ് എന്നുള്ള 2 വാക്കുകളുണ്ട്. അതിൽ കൗൺസിലിംഗിൽ, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആശയം മുമ്പോട്ട് വെച്ച ആളാണ് കാൾ റോജേഴ്സ്. സോ അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ്. ഇതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ തന്നെ ഡിസ്കവർ ചെയ്യുന്നു. വി ഡിസ്കവർ ourselves. നെക്സ്റ്റ് വൺ ഇസ് ദി കൊഗ്നേറ്റീവ് സൈക്കോളജി. കൊഗ്നേറ്റീവ് സൈക്കോളജിയുടെ ഫാദർ ആരാണെന്ന് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു കോമൺ മിസ്കൺസെപ്ഷൻ ആണ് കൊഗ്നേറ്റീവ് സൈക്കോളജി മുമ്പോട്ട് വെച്ച പിയാഷെ ആണെന്ന്. അല്ല, അൾറിക് നൈസർ ആണ് ഫാദർ ഓഫ് കൊഗ്നേറ്റീവ് സൈക്കോളജി. ഇവിടെ നമ്മൾ മെന്റൽ പ്രോസസ്സസിനെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ പോലെയാണ് പഠിക്കുന്നത്. സോ നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുന്നു, വിച്ച് ഇസ് എൻ ഇൻപുട്ട്, കുട്ടി അത് പ്രോസസ് ചെയ്യുന്നു, ആൻഡ് ദെൻ ദർ ഇസ് എൻ ഔട്ട്പുട്ട്. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു പോകുന്നതിനാണ് കൊഗ്നേറ്റീവ് സൈക്കോളജി എന്നുള്ള സ്കൂൾ ഓഫ് സൈക്കോളജി കാണുന്നത്. ഇറ്റ് ഇസ് ലൈക്ക് എ മെന്റൽ പ്രോസസ് ഓഫ് ഇൻപുട്ട്, പ്രോസസ്സിംഗ് ആൻഡ് ഔട്ട്പുട്ട്. അവിടെ തിങ്കിങ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ്, പെർസെപ്ഷൻ എന്നീ കാര്യങ്ങളെ അവർ എംഫസൈസ് ചെയ്ത് കാണുന്നുണ്ട്. സോ cognitive psychology emphasizes how we process, store and retrieve information. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കൺസ്ട്രക്റ്റിവിസം സൈക്കോളജി. അവിടെയും നമുക്ക് പിയാഷെ വരുന്നുണ്ട്, ഇവിടെയും പിയാഷെ വരുന്നുണ്ട്. സോ ജീൻ പിയാഷെ, വൈഗോത്സ്കി ആൻഡ് ബ്രൂണർ, ഈ 3 പേരാണ് കൺസ്ട്രക്റ്റിവിസ്റ്റിക് സൈക്കോളജിക്കകത്ത് വരുന്നത്. ആൻഡ് നോളജ് ഇസ് നോട്ട് പാസീവ്ലി റിസീവ് ബട്ട് ആക്റ്റീവ്ലി ബിൽറ്റ് ബൈ ലേണർ. അതായത് നമ്മൾ ഇത്രയും സൈക്കോളജിസിലും പഠിച്ചത് നമ്മൾ പുറമേ നിന്ന് നോളജ് കൊടുക്കുകയാണ്, കുട്ടി അതിനെ പ്രോസസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടി അതിൽ നിന്ന് ഇൻസൈറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ പല കോൺസെപ്റ്റ്സ് ആണ് പലയിടത്തും പഠിച്ചത്. ബട്ട് കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നോളജ് കൊടുക്കുകയല്ല, നോളജ് കുട്ടി തന്നെ ബിൽഡ് ചെയ്യാണ്. ആ ബിൽഡ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് മാത്രമാണ് ആര് കൊടുക്കുന്നത്? ടീച്ചേഴ്സ് കൊടുക്കുന്നത്. കുട്ടികളെ പ്രോബ്ലം സോൾവിങ്ങിലൂടെയും ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെയും നോളജിന്റെ ചെറിയ ചെറിയ ബിറ്റ്സ് ഉണ്ടാക്കാൻ ടീച്ചേഴ്സ് പ്രേരിപ്പിക്കുകയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് കൺസ്ട്രക്റ്റിവിസത്തിൽ വെക്കുന്നത്. അതായത് ചിൽഡ്രൻ ആർ കൺസ്ട്രക്ടിങ് ദെയർ ഓൺ ലേണിംഗ് അല്ലെങ്കിൽ നോളജ് എന്നുള്ളതാണ്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ഫീൽഡ്സ് ഓഫ് സൈക്കോളജി. നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ തന്നെ പറഞ്ഞു, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് ഫീൽഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജി അല്ലെ. നമുക്ക് സൈക്കോളജി എന്ന് പറയുന്നത് മൈൻഡിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി ആണെങ്കിൽ അത് പല രീതിയിലുള്ള പ്ലേസസിൽ വരുമ്പോൾ പല രീതിയിലുള്ള സൈക്കോളജിയാണ് ആവശ്യം. അതായത് നമുക്ക് പല ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ഫീൽഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ക്ലിനിക്കൽ സൈക്കോളജി, വെയർ യു ആർ ആക്ച്വലി ഡീലിംഗ് വിത്ത് മെന്റൽ ഹെൽത്ത്, ഇമോഷൻ ആൻഡ് ബിഹേവിയർ ഡിസോർഡേഴ്സ്. നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിലൊക്കെ ഒരു തെറാപ്പിക്ക് ചെന്നാൽ ദേ വിൽ റെഫർ അസ് ടു ക്ലിനിക്കൽ സൈക്കോളജി അല്ലെ. ഒരാളുടെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, മെന്റൽ ഹെൽത്ത്, ഇമോഷൻ, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ക്ലിനിക്കൽ സൈക്കോളജി. അവിടെ നമ്മളെ ഡയഗ്നോസ് ചെയ്യുകയും നമുക്ക് വേണ്ട സൈക്കോളജിക്കൽ അസസ്മെന്റ് ചെയ്യുകയും ചെയ്തിട്ട് തെറപ്പി അല്ലെങ്കിൽ മെഡിക്കേഷൻ ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സൈക്കോളജിയാണ് ക്ലിനിക്കൽ സൈക്കോളജി. ഇത് പഠിച്ചവരാണ് ഹോസ്പിറ്റൽസിൽ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റൽസിൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അടുത്തതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കുട്ടികളുടെ സൈക്കോളജിയാണ്. അപ്പം ഇത് നന്നായി അറിയാവുന്ന ടീച്ചേഴ്സിനാണ് ഒരു ക്ലാസ് റൂമിൽ നല്ല ക്ലാസ് റൂം മാനേജ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്, കുട്ടികളുടെ മനസ്സറിഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്നത്, അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത്. ചില ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേണേഴ്സ് കാണും. ഇപ്പൊ നമ്മൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നു, പല ടൈപ്പ് ഓഫ് ലേണേഴ്സ് കാണും. അങ്ങനെ ഓരോ ആളെയും കേറ്റർ ചെയ്യാനും അവർക്ക് വേണ്ടിയുള്ള ടൈപ്പ് ഓഫ് കരിക്കുലം ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ടീച്ചറിന് അറിയണമെങ്കിൽ ടീച്ചറിന് എന്തറിഞ്ഞിരിക്കണം? എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബി.എഡിന് എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിച്ചിരിക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താ ചെയ്യുന്നത്? ലേണിംഗ് പ്രോസസ്, സ്റ്റുഡന്റ് ബിഹേവിയർ, ഇൻസ്ട്രക്ഷണൽ മെത്തേഡൊക്കെ എന്ത് ചെയ്യുന്നു? ടീച്ചറിനെ പഠിപ്പിക്കുന്നു. അതുപോലെ അവർക്ക് കരിക്കുലം ഡെവലപ്പ് ചെയ്യാനും ടീച്ചർ ട്രെയിനിങ്ങിനും സ്റ്റുഡന്റ് സപ്പോർട്ട് വർദ്ധിപ്പിക്കാനും നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജി യൂസ് ചെയ്യാം. സോ ക്ലിനിക്കൽ സൈക്കോളജി ഇസ് ബേസിക്കലി ഫോർ ക്ലിനിക്കൽ പ്രാക്ടീഷണേഴ്സ്, നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്ന പ്രാക്ടീഷണേഴ്സ്. ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇസ് ഫോർ ടീച്ചേഴ്സ്. Now there is also another area which is called guidance and counseling.
സൈക്കോളജി. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ നമുക്ക് കുട്ടിയെ ഗൈഡ് ചെയ്യാനും അതുപോലെ കുട്ടികളുടെ മെന്റൽ വെൽബീയിങ് ഇൻക്രീസ് ചെയ്യാനുള്ള കൗൺസിലിംഗ് കൊടുക്കാനുമുള്ള ഒരു ചോയ്സ് ഉണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് വിത്ത് കരിയർ ചോയ്സസ്, പേഴ്സണൽ ഡെവലപ്മെന്റ് ആൻഡ് മെന്റൽ വെൽബീയിങ്. നമുക്ക് ടൈപ്പ് ഓഫ് ഗൈഡൻസിന് 3 ടൈപ്പാണുള്ളത്. വി ഹാവ് എഡ്യൂക്കേഷണൽ ഗൈഡൻസ്, വൊക്കേഷണൽ ഗൈഡൻസ് ആൻഡ് പേഴ്സണൽ ടൈപ്പ് ഓഫ് ഗൈഡൻസ്. അടുത്തത് നമുക്ക് ഇൻഡസ്ട്രിയൽ സൈക്കോളജി ആണ്. അതായത് ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ സംസാരിച്ചതുപോലെയല്ല, ഒരു വർക്ക് പ്ലേസിൽ എംപ്ലോയീസിന്റെ വെൽബീയിങ്, എംപ്ലോയീസിന്റെ മെന്റൽ വെൽബീയിങ്, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള മെത്തേഡ്സ് എല്ലാം സജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സൈക്കോളജിസ്റ്റുകളെയാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് എൻഹാൻസസ് വർക്ക് പ്ലേസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപ്ലോയി വെൽബീയിങ്. എംപ്ലോയീസിനെ ബേസ് ചെയ്ത് ഒരു ഫേമിലോ അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലോ ഒക്കെ സൈക്കോളജിസ്റ്റുകൾ കാണും. അവരാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി പഠിക്കുന്നത്. അടുത്തത് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി നമ്മൾ കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷണൽ സൈക്കോളജിക്കകത്ത് പഠിക്കുന്നുണ്ട്. നമ്മൾ എന്താണ് സോഷ്യോഗ്രാം ഉണ്ടാക്കാനും കുട്ടികളുടെ റിലേഷൻഷിപ്സ് മനസ്സിലാക്കാനും ഒക്കെ അല്ലെ. സോ ഗ്രൂപ്പ് ബിഹേവിയറും സോഷ്യൽ ഇന്ററാക്ഷൻസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ സൈക്കോളജി എന്ന ബ്രാഞ്ച് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ കുറച്ച് ഭാഗവും നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിക്കകത്ത് പഠിക്കുന്നുണ്ട്. കുട്ടി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ കുട്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഫിസിക്കലി മെന്റലി ഉണ്ടാവുന്നു എന്നുള്ളത്. സോ ഇറ്റ് ഇസ് ആക്ച്വലി എ സൈക്കോളജിക്കൽ സ്റ്റഡി ഓഫ് ചേഞ്ചസ് അക്രോസ് ലൈഫ് സ്പാൻ. നമുക്കറിയാം നമ്മുടെ മൈൻഡും ഇമോഷൻസും ഒക്കെ നമ്മുടെ പ്രായം കൂടുന്തോറും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലെ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഡെവലപ്മെന്റൽ സൈക്കോളജിക്കകത്ത് വരുന്നത്. ആൻഡ് ഫൈനലി ദർ ഇസ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ. അതും സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ്, where you are actually developing life skills like communication, decision making, emotional intelligence. നമുക്കൊരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ചെന്ന് പെടുമ്പോൾ അതിനകത്തുനിന്ന് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്ത് സ്ട്രെസ് ഒക്കെ മാനേജ് ചെയ്ത് റെസിലിയന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ വേണം. ദാറ്റ് ഓൾസോ കംസ് അണ്ടർ സൈക്കോളജി. സോ ഇനി നമുക്ക് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗൈഡൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഡിവിജ്വലിന് ചില സമയത്ത് ഇപ്പം നമുക്ക് തന്നെ ഒരു +1 +2 ആയിരിക്കുമ്പോൾ ഇനി എന്ത് കരിയർ ചൂസ് ചെയ്യണം, അങ്ങനെ ഒരു ഡിസിഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമുക്ക് ആ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ കുറച്ചുകൂടെ ഒന്ന് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഗൈഡൻസ് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ടൈപ്പ് ഓഫ് ഗൈഡൻസ് ആണുള്ളത്. എഡ്യൂക്കേഷണൽ ഗൈഡൻസ്, നിങ്ങൾ എന്ത് പഠിക്കണം, എന്ത് പഠിച്ചാൽ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്, അതൊക്കെ പറയുന്നതാണ് എഡ്യൂക്കേഷണൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് വൊക്കേഷണൽ ഗൈഡൻസ്, വെയർ നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് ജോലി, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനോ ആറ്റിറ്റ്യൂഡിനോ അനുസരിച്ച് എന്ത് ജോലിയാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് പറയുന്നത് തന്നെയാണ് വൊക്കേഷണൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി യു ഹാവ് ഇൻഡിവിജ്വൽ ഗൈഡൻസ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡിസിഷൻ എടുക്കണം, അപ്പം അവിടെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഇൻഡിവിജ്വൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. സോ ഗൈഡൻസ് ഇസ് എ പ്രോസസ് വെയർ യു ആർ സീക്കിംഗ് എൻ അഡ്വൈസ് ഓർ ഇൻഫർമേഷൻ ഫ്രം എൻ അതർ പേഴ്സൺ ടു മേക്ക് എ ഡിസിഷൻ ഇൻ യുവർ ലൈഫ്. ഇനി അടുത്തതാണ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് ഇസ് ആക്ച്വലി എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് വെയർ ദർ ഇസ് എ കൗൺസിലർ who helps the individual deal with personal, social and psychological issues. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വിത്ത് പ്രൊഫഷണൽ പേഴ്സണിനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുവരുന്നു കാൾ റോജേഴ്സിന്റെ കാര്യം. സോ വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ആദ്യത്തിന്റെ പേര് ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്നാണ്. ഈ ഒരു സ്ലൈഡ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം, ഒരു മാർക്ക് എന്തായാലും കിട്ടും. കൗൺസിലിംഗിന്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. സോ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ അപ്രോച്ച് എന്നാണ് ഡയറക്റ്റീവ് കൗൺസിലിംഗിനെ അതർവൈസ് അറിയപ്പെടുന്നത്. ഇത് മുമ്പോട്ട് വെച്ച ആളുടെ പേരാണ് E.J. വില്യംസൺ. അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ കൗൺസിലർ, നമുക്ക് 2 പേരുണ്ട് കൗൺസിലിംഗ് പ്രോസസ്സിൽ, 2 പേരുണ്ട്, കൗൺസിലറും കൗൺസിലിംഗ്. കൗൺസിലർ ആണ് ദി പ്രൊഫഷണൽ ഹു ഹാസ് ഓൾ ദി നോളജ് ടു ഡയറക്റ്റ് യു ടു എ സർട്ടൻ പോയിന്റ്. അതേസമയം കൗൺസിലി എന്ന് പറയുന്ന ആളാണ് ഈ കൗൺസിലിംഗിന്റെ ആവശ്യകത സീക്ക് ചെയ്ത് വന്നിരിക്കുന്ന പേഴ്സൺ. അപ്പം ഈ ഡയറക്റ്റീവ് കൗൺസിലിംഗിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കൗൺസിലർക്കാണ് കൂടുതൽ ആക്റ്റീവ് റോൾ ഉള്ളത്. അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്യുന്നത് കൗൺസിലിയോട് ഇനി എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടതെന്നുള്ളത്. ഇനി അടുത്തതാണ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്, അല്ലെങ്കിൽ ക്ലയന്റ് സെന്റേർഡ് അപ്രോച്ച് എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് മുമ്പോട്ട് വെച്ച ആളുടെ പേരാണ് കാൾ റോജേഴ്സ്. അദ്ദേഹം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അതായത് കൗൺസിലർ എന്ത് ചെയ്യണം, കൗൺസിലർ ഷുഡ് ആക്ച്വലി ബി ഒരു ഗൈഡ്. അത് ടോട്ടലി ഗൈഡിങ് അല്ല,
പകരം ക്ലയന്റ് തന്നെ തന്റെ ഇഷ്യൂ പറയുകയും ക്ലയന്റ് തന്നെ അതിന്റെ പ്രോബ്ലം സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പം ആ സൊല്യൂഷൻ ഓക്കെ ആണോ, വിൽ ഇറ്റ് വർക്ക് എന്നുള്ള ഒരു വെറും സജഷൻ മാത്രമേ കൗൺസിലർ കൊടുക്കൂ. ഹി വിൽ ടേക്ക് ദ ബാക്ക് സീറ്റ് ഇൻ ദി നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് പ്രോസസ്. ക്ലയന്റ് തന്നെയാണ് പ്രോബ്ലം പറയുന്നതും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതും അതിനെ ഓവറോൾ ആയിട്ടൊന്ന് മോണിറ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ കൗൺസിലറിന്റെ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിലെ കൗൺസിലറുടെ ജോലി. സോ കാൾ റോജേഴ്സ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു അൺകണ്ടീഷണൽ ലവ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതൊരു ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാനത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. So that is the two type of counseling. Then there is eclectic counseling approach where eclectic എന്ന് പറയുമ്പോൾ രണ്ടും ചേർന്നിട്ടാണ്, ഡയറക്റ്റീവ് കൗൺസിലിംഗ് അപ്രോച്ചും നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് അപ്രോച്ചും ഒരുമിച്ച് ചേരുമ്പോൾ ഉള്ള ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ച് ആണ് eclectic counseling, where സംടൈംസ് കൗൺസിലർ ആയിരിക്കും ഡിസിഷൻ എടുക്കുന്നത്, സംടൈംസ് he takes the back seat and lets the counselee take the decisions that he need. അടുത്തതാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി, CBT എന്നറിയപ്പെടുന്നു. ആരൺ ടി ബെക്ക് എന്ന വ്യക്തിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി മുമ്പോട്ട് വെക്കുന്നത്. ഇത് നമ്മുടെ ഡിപ്രഷനും ഡ്രഗ് അബ്യൂസ് റീഹാബിലിറ്റേഷനും വൈഡായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടെക്നിക്കാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി. നിങ്ങളൊരു കാര്യം ഓർത്ത് വെക്കുക, അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഫ്രണ്ടൽ ലോബിൽ ഉണ്ടാവുന്ന ചില ക്ഷതങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ടൽ ലോബിൽ ഉണ്ടാവുന്ന മാൽ ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ ഡ്രഗ് അബ്യൂസ് കാരണം ഉണ്ടാവുന്ന മാൽ ഫങ്ഷൻസ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഡിപ്രസ്ഡ് ഫീലിംഗ് അല്ലെങ്കിൽ ഡിസിനെസ്, ഡ്രൗസിനെസ്, ജീവിതത്തിനോടൊരു താല്പര്യമില്ലായ്മ ഒക്കെ വരുന്നത്. അപ്പം ആ ഫ്രണ്ടൽ ലോബിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യും. ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് പേഴ്സണാലിറ്റീസ്. പേഴ്സണാലിറ്റിക്കകത്ത് ആദ്യം തന്നെ നിങ്ങളുടെ സിലബസ് പറഞ്ഞിരിക്കുന്നതാണ് ടൈപ്പ് തിയറീസ്. ആദ്യം തന്നെ നമുക്ക് നോക്കാം ഹിപ്പോക്രേറ്റ്സ് ആൻഡ് ഗാലൻ പറഞ്ഞ ടൈപ്പ് തിയറി. ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ബോഡി ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബോഡിയിലെ ഹോർമോൺസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫിസിക്കൽ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടൈപ്പ് തിയറി ഓഫ് പേഴ്സണാലിറ്റി പറയുന്നത്. നമുക്കറിയാം പേഴ്സണാലിറ്റി എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ അയാളെ തന്നെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഫീലിംഗ് ഓഫ് ഗുഡ് അല്ലെങ്കിൽ അയാളെ പറ്റി ഒരു ഫീലിംഗ്, നമുക്കൊരു പ്രജുഡിസ്ഡ് ഫീലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി, അയാൾക്ക് ഭയങ്കര പേഴ്സണാലിറ്റിയാണ്, അയാൾക്ക് ഒരു പേഴ്സണാലിറ്റി ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷന്റെ അടിയിൽ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് തിയറിയാണ് ടൈപ്പ് തിയറി. ഒരാളുടെ ബോഡി ടൈപ്പ് അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഫിസിയോളജിക്കൽ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ടൈപ്പ് തിയറീസ് പോകുന്നത്. സോ ഹിപ്പോക്രേറ്റ്സ് ആൻഡ് ഗ്ലെൻ പറയുന്നത് 4 ടൈപ്പ് ഓഫ് ടെമ്പറേച്ചേഴ്സ് ഉണ്ട് ആൾക്കാരിൽ, 4 ടൈപ്പ് ഓഫ് ടെമ്പറേച്ചേഴ്സ് ഉണ്ട്. അവരെങ്ങനെയാണ് അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സാങ്ക്വിൻ, കോളറിക്, മെലങ്കോളിക് ആൻഡ് ഫ്ലെഗ്മാറ്റിക്. സോ സാങ്ക്വിൻ എന്ന് പറയുന്നത് ബ്ലഡുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. കോളറിക് ഒരാളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന യെല്ലോ ബൈൽ, മെലങ്കോളിക് ബ്ലാക്ക് ബൈൽ ആൻഡ് ഫ്ലെഗ്മാറ്റിക് ഫ്ലെം അല്ലെങ്കിൽ മ്യൂക്കസ്. ഈ 3 കാര്യങ്ങളാണ് ഒരാളുടെ ബോഡിയിൽ അയാളുടെ ടെമ്പറേച്ചർ ഡിസൈഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സാങ്ക്വിന്റെ ദേഹത്ത് ബ്ലഡ് ആയിരിക്കും കൂടുതൽ, കോളറിക് ആളുകളുടെ ദേഹത്ത് യെല്ലോ ബൈലായിരിക്കും കൂടുതൽ, മെലങ്കോളിക് ആൾക്കാരുടെ ദേഹത്ത് ബ്ലാക്ക് ബൈൽ ആയിരിക്കും കൂടുതൽ, ആൻഡ് ഫ്ലെഗ്മാറ്റിക് ആൾക്കാരുടെ ദേഹത്ത് ഫ്ലെം അല്ലെങ്കിൽ മ്യൂക്കസ് ആയിരിക്കും കൂടുതൽ. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ സ്വഭാവം നമുക്ക് ഏകദേശം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ കോളറിക് അല്ലെങ്കിൽ യെല്ലോ ബൈലുള്ളവര് വളരെ ഡിറ്റർമിൻഡ് ആയിരിക്കും, ക്വിക്ക് ആയിരിക്കും ആക്ട് ചെയ്യാൻ, എനർജറ്റിക് ആയിരിക്കും, പാഷനേറ്റ് ആയിരിക്കും, ഭയങ്കര ഫയറി ആയിരിക്കും. അതുപോലെ സാങ്ക്വിൻ പീപ്പിളിന്റെ ദേഹത്ത് ബ്ലഡ് ആണ് കൂടുതൽ, അവർ വളരെ വാം ഹാർട്ടഡ് ആണ്, ഔട്ട് ഗോയിങ് ആണ്, വോളറ്റൈൽ ആണ്, ഒപ്റ്റിമിസ്റ്റിക് ആണ്, ചിയർഫുൾ ആണ്. അതുപോലെ ഫ്ലെഗ്മാറ്റിക് അല്ലെങ്കിൽ അവരുടെ ദേഹത്ത് മ്യൂക്കസ് കൂടുതലുള്ള ആൾക്കാരിൽ സ്ലോ ആയിരിക്കും, അവർ ഇച്ചിരി പേഷ്യന്റ് ആയിരിക്കും, കാം, ക്വയറ്റ് ആയിരിക്കും, ഷൈ, റാഷണൽ ആൻഡ് കോൺസിസ്റ്റന്റ്. അതുപോലെ മെലങ്കോളിക് അല്ലെങ്കിൽ ദേഹത്ത് ബ്ലാക്ക് ബൈൽ കൂടുതലുള്ള ആൾക്കാർ സീരിയസ് ആൻഡ് ആങ്ഷ്യസ്, ക്വയറ്റ്, ഫിയർഫുൾ, ഡിപ്രസ്ഡ്, പോയറ്റിക്, ആർട്ടിസ്റ്റിക്, സാഡ് അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും കൂടുതൽ കാണിക്കുന്നതെന്നാണ് ടൈപ്പ് തിയറി. ഹിപ്പോക്രേറ്റിന്റെയും ഗ്ലെന്നിന്റെയും ടൈപ്പ് തിയറി പറയും. അടുത്ത ടൈപ്പാണ് കാൾ ജുങ്ങിന്റെ. നേരത്തെ ഒരു കാൾ റോജേഴ്സ് പറഞ്ഞിരുന്നു, അതും ഇതുമായിട്ട് മിക്സ് ആയി പോരുത്. ദിസ് ഇസ് കാൾ ജുങ്. കാൾ ജുങ്ങിന്റെ തിയറിയാണ് എക്സ്ട്രോവേർഷൻ ആൻഡ് ഇൻട്രോവേർഷൻ. അപ്പം അദ്ദേഹം പറഞ്ഞ 2 ടൈപ്പാണ് എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും. പക്ഷെ ഇപ്പോ ആസ് തിയറി ഹാസ് ഡെവലപ്പ് നമുക്ക് വേറെ 2 ടൈപ്പ് ഓഫ്
ആൾക്കാരെയും കൂടെ കാണാം. ദേ ആർ കോൾഡ് ആംബി വേർഡ്സ് ആൻഡ് ഒമിനി വേർഡ്സ്. ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇപ്പോഴത്തെ സെറ്റിന്റെ സിലബസിൽ നമ്മൾ പഠിച്ചതിന്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ എക്സ്ട്രോവേർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, വളരെ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള പീപ്പിൾ ആണ് അല്ലെ. അവർക്ക് പെട്ടെന്ന് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനും റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. അതേസമയം ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് ദേ ആർ മോർ ഇൻ ടു ദെയർ സെൽഫ്. അവരുടെ കാര്യങ്ങളായിരിക്കും, അവർക്ക് അവരെ തന്നെയാണ് കുറച്ചുകൂടെ നന്നായിട്ട് ഫ്രണ്ട് ആക്കാൻ സാധിക്കുന്നത്. അവരിൽ തന്നെ വളരെ സംതൃപ്തരായിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ദെൻ ദർ ആർ ആംബിവേർഡ്സ്. അവർ പെട്ടെന്ന് ഒരു ചില ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ അവർക്ക് കുറച്ച് ഇൻട്രോവേർട്ട്നെസ് ഉണ്ടാവും. പക്ഷെ അവർക്ക് അറിയാവുന്ന ഒരാൾക്കാരുടെ ഇടയിൽ അവർ ഭയങ്കര ഔട്ട് ഗോയിങ്ങും ഹാപ്പിയും നല്ല റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരനെയാണ് ആംബിവേർട്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ടൈപ്പും കൂടെ ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് ഒമിനിവേർട്ട്. അതായത് ഇവർക്കൊരു ബാലൻസ് ഇല്ല എന്നാണ് ഒരുപാട് തിയറീസ് പറയുന്നത്. ഒമിനിവേർട്സ് ആർ ഇംബാലൻസ്ഡ് ഇൻ ദർ ബിഹേവിയർ. അതായത് അവർ എക്സ്ട്രോവേർട്ടും ആണ്, അവർ ഇൻട്രോവേർട്ടും ആണ്, ആംബിവേർട്ടിനെ പോലെ തന്നെയാണ്. പക്ഷെ ഒരു ബാലൻസ് ഇല്ല. അതായത് അവർ എക്സ്ട്രോവേർട്ട് ആയിരിക്കുമ്പോൾ എക്സ്ട്രോവേർട്ടിന്റെ മാക്സിമം ആയിരിക്കും. ചില ആൾക്കാരോട് അവർ ഇങ്ങനെ വാതോരാതെ സംസാരിക്കും. പക്ഷെ വേറെ ചില ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ അവർ അതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിരിക്കും. അവർ വാ തുറക്കത്തേ ഇല്ല. വളരെ എന്താണ് നമുക്ക് കാണുമ്പോഴത്തേക്കും വളരെ ഈ ഇത്രയും നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് എന്തുകൊണ്ട് മിണ്ടാതായി എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ അവർ രണ്ട് എക്സ്ട്രീംസ് മാത്രമേ കാണിക്കൂ. ഒന്നെങ്കിൽ അവർ എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അവർ എക്സ്ട്രീം ഇൻട്രോവേർട്ട് ആയിരിക്കും. അതേസമയം ആംബിവേർട്സ് എന്ന് പറയുന്നത് അവർ കംഫർട്ടബിൾ ആയിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ അവർ വളരെ എക്സ്ട്രോവേർട്ട് ആയിരിക്കും. അതേസമയം മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ ആദ്യം ഇൻട്രോവേർട്ട് ആയിരിക്കും, ദെൻ പതുക്കെ പതുക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും കാണിക്കുന്നത് ആരെയാണ്? ആംബിവേർട്സ് ആണ്. ഒമിനിവേർട്സിന് രണ്ട് എക്സ്ട്രീംസേ കാണിക്കാൻ അറിയുള്ളൂ. അവരെ വളരെ ഇംബാലൻസ്ഡ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. സോ നൗ വി ഗോയിങ് ടു ഷെൽഡൻസ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. ഷെൽഡൻ ബോഡി ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് പേഴ്സണാലിറ്റിയെ ക്ലാസിഫൈ ചെയ്തത്. എൻഡോമോർഫ്, മീസോമോർഫ് ആൻഡ് എക്ടോമോർഫ്. അപ്പം എൻഡോമോർഫ് എന്ന് പറയുന്നത് ഇച്ചിരി റൗണ്ട് ആയിട്ടുള്ള പ്ലം ആയിട്ടുള്ള ശരീരമുള്ള ആൾക്കാരാണ്. അവർ വളരെ റിലാക്സ്ഡ്, സോഷ്യബിൾ, ടോളറൻറ്റ്, കംഫർട്ട് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഷെൽഡൻ പറയുന്നത്. അടുത്ത മീസോമോർഫ് എന്ന് പറയുന്നത് വളരെ മസ്കുലാർ ബോഡിയുള്ള ആൾക്കാരായിരിക്കും. ഭയങ്കര ഫിറ്റ് ആൻഡ് മസ്കുലർ ആയിട്ടുള്ള ബോഡിയുള്ള ആൾക്കാരായിരിക്കും. സോ അവരെ സംബന്ധിച്ച് അവർ വളരെ ആക്റ്റീവ്, അസർട്ടീവ്, വിഗറസ് ആൻഡ് കോമ്പറ്റീറ്റീവ് ആയിരിക്കും. കോമ്പാറ്റീവ്, അതായത് അവർക്ക് അത്യാവശ്യം എന്താണ് മാർഷൽ ആർട്സ് ഒക്കെ അറിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അതേസമയം അവർ വിഗറസ് ആൻഡ് അസർട്ടീവ് ആണ്. അവർ ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ളവരെന്നാണ് ഷെൽഡൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് എക്ടോമോർഫിക് എന്ന് പറയുന്നത് വളരെ പുവർ മസിൽസ് ഉള്ള, ഡെലിക്കേറ്റ് ആയിട്ടുള്ള, മെലിഞ്ഞ ശരീരമുള്ള ആൾക്കാരാണ്. അവർ ക്വയറ്റ്, ഫ്രജൈൽ, റീസ്ട്രെയിൻഡ്, നോൺ അസർട്ടീവ് ആൻഡ് സെൻസിറ്റീവ് ആണ് എന്നാണ് ആര് പറയുന്നത്? ഷെൽഡൻ പറയുന്നത്. ഇതുപോലെ മറ്റൊരു ടൈപ്പ് തിയറിയാണ് മയർബിങ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ, MBTI. 16 പേഴ്സണാലിറ്റി ടൈപ്സ് ആണ് അദ്ദേഹം പറയുന്നത്. സി ഇവിടെ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ടൈപ്പ് ഓഫ് തിയറീസ്, കുറെ തിയറീസിന്റെ പേര് തന്നിട്ട് ഇതിൽ ഏതാണ് ടൈപ്പ്, ഇതിൽ ഏതാണ് ട്രെയ്റ്റ്, അങ്ങനെയാണ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതൽ. ഷെൽഡന്റെ ബോഡി ടൈപ്സ് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒരു 3-4 തന്നിട്ട് ഇതിൽ ഷെൽഡന്റെ ബോഡി ടൈപ്പ് അല്ലാത്തത് അല്ലെങ്കിൽ ടൈപ്പ് തിയറി അല്ലാത്തത് ഏത് എന്ന് എടുത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ യു ഹാവ് ടു നോ ഓൾ ദിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്പ് തിയറിക്കകത്ത് വരുന്നത്. നൗ വി ഗോയിങ് ടു ട്രെയ്റ്റ് തിയറി. ഇനി ഗോർഡൻ ആൽപോർട്ടിന്റെ ട്രെയ്റ്റ് തിയറിയിലേക്കാണ് നമുക്ക് പോവേണ്ടത്. ആൽപോർട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ടൈപ്സിനെ വിട്ടിട്ട്, ഇപ്പൊ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ബോഡിയിൽ എന്തെങ്കിലും ഒരു ഫിസിയോളജിക്കൽ ഫാക്ടർ എടുത്തു വെച്ചിട്ടാണ് ആളുടെ പേഴ്സണാലിറ്റി പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇപ്പം ഷെൽഡന്റെ തന്നെ നോക്കിയാലും നമ്മുടെ ബോഡി ടൈപ്പ് ഒക്കെ നമുക്കിപ്പം മാറ്റാൻ സാധിക്കുന്നേ ഉള്ളൂ അല്ലെ. മെലിഞ്ഞൊരാൾക്ക് ജിമ്മിൽ പോയിട്ട് മാസ്കുലർ ആവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. അതുപോലെ 2024 അല്ല 25 ഫെബ്രുവരിയിൽ ചോദിച്ച ഒരു ചോദ്യം ഞാൻ കണ്ടതെന്ന് പറയുന്നത് ഈ പറയുന്നവയിൽ ഏതാണ് അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്നത്, ട്രെയ്റ്റ് ആണോ ടൈപ്പ് ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉള്ള, എന്നിട്ട് അതിന്റെ ആൻസർ കീയിലകത്ത് ടൈപ്പ് എന്നാണ് തന്നിരുന്നത്. അപ്പൊ ആക്ച്വലി ടൈപ്പ് ക്യാൻ ബി ചേഞ്ച്ഡ് അല്ലെ. നമുക്ക് ബോഡി ടൈപ്പും നമ്മുടെ ഉള്ളിലുള്ള ഹോർമോൺസും ഒക്കെ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സും അതും ഇതും ഒക്കെ വെച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ട്രേറ്റും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും കേട്ടോ. അത് നമ്മൾ ഇനി വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്ത ഒരു പോർഷൻ എവിടെയാണ്? നമ്മുടെ ഫ്രോയിഡ് പറഞ്ഞ
പോർഷൻ ആണ് വേർ യുവർ ഇഡ് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. അതിനെ നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാം. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ അൺകോൺഷ്യസ് ലെവലിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കില്ല എന്നാണ് എന്റെ ലോജിക്കൽ റീസണിങ്. ഇഫ് യു ഹാവ് എനി അതർ ഐഡിയ പ്ലീസ് ടെൽ മീ ബിലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആൽപോർട്ടിന്റെ ട്രേറ്റ് തിയറിയിലോട്ട് പോവാം. അദ്ദേഹം എന്താ ചെയ്തത്, നമ്മൾ ഈ ബോഡി ടൈപ്പിനെ വിട്ടിട്ട് ആൾക്കാര് എക്സിബിറ്റ് ചെയ്യുന്ന ചില ബിഹേവിയേഴ്സിനെ മൂന്നായിട്ടാണ് തരംതിരിച്ചത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് കോൾഡ് കാർഡിനൽ ട്രേറ്റ് അല്ലെങ്കിൽ ഡോമിനന്റ് ട്രേറ്റ് ഡിഫൈനിങ് യുവർ പേഴ്സണാലിറ്റി. വളരെ റെയർ ആയിട്ട് മാത്രമേ ആൾക്കാർക്ക് എന്ത് കിട്ടാറുള്ളൂ, കാർഡിനൽ ട്രേറ്റ്സ് കിട്ടാറുള്ളൂ, വിച്ച് ഇസ് റെയർ, ഡോമിനന്റ് ആൻഡ് ഡിഫൈനിങ് പേഴ്സണാലിറ്റി. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പൊ മദർ തെരേസ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പാഷൻ എന്ന് പറഞ്ഞ ട്രേറ്റിനോടാണ് ഉപമിക്കുന്നത്. അതുപോലെ മഹാത്മാഗാന്ധി നമുക്ക് നോൺ വയലൻസിനോട് ഉപമിക്കാം. ഹിറ്റ്ലർ വാസ് എ റൂത്ത്ലെസ്നെസ് പേഴ്സൺ. അതുപോലെ ഐൻസ്റ്റീൻ വാസ് എൻ ഇന്റലക്ച്വലി ക്യൂറിയസ് പേഴ്സൺ. ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള ഒറ്റ വാക്കിൽ ഒരാളെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക, ഒരാളുടെ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് കാർഡിനൽ ട്രേറ്റ്. സോ റെയർ എന്ന വാക്ക് ഓർത്ത് വെക്കുക, ഡോമിനന്റ് എന്ന വാക്ക് ഓർത്ത് വെക്കുക, ഡിഫൈനിങ് പേഴ്സണാലിറ്റി ഇൻ എ സിംഗിൾ വേർഡ് ഓർത്ത് വെക്കുക. അടുത്തത് സെൻട്രൽ ട്രേറ്റ്. സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത് കോർ ട്രേറ്റ് റെപ്രസെന്റ്സ് ഇസ് പ്രസന്റ് ഇൻ എവ്രി വൺ. ഇത് ഓൾമോസ്റ്റ് എല്ലാവരിലും ഉള്ള ചില ട്രേറ്റ്സ് ആണ്. നമുക്കൊരു 5 or 6 എണ്ണം വേണം ഒരാളെ എന്ത് ചെയ്യാൻ, റെപ്രസെന്റ് ചെയ്യാൻ. ആൻഡ് ഇറ്റ് ഈസ് ഇൻ വേരിയിങ് ഡിഗ്രീസ് ഇൻ ഡിഫറെന്റ് പീപ്പിൾ. നമുക്ക് എല്ലാവരിലും ഇത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരിലും ജനറലി കണ്ടുവരുന്ന കുറെ പേഴ്സണാലിറ്റി ട്രേറ്റുകളാണ്, പക്ഷെ അത് ഓരോരുത്തരിലും വേരി ചെയ്യും. ഫോർ എക്സാമ്പിൾ ഓണസ്റ്റി, ഒരു പേഴ്സന്റെ ട്രൂത്ത്ഫുൾനെസ്സിനെ കാണിക്കുന്ന കാര്യമാണ്. ഇറ്റ് ഇസ് എ സെൻട്രൽ ട്രേറ്റ് ആൻഡ് അത് ഓരോ ആൾക്കാരിലും ഓരോ ടൈപ്പ് ഓഫ് ഓണസ്റ്റി ആയിരിക്കും ഉള്ളത്. അതുപോലെ കൈൻഡ്നെസ്, കോൺഫിഡൻസ്, ഇന്റലിജൻസ്, സോഷ്യബിലിറ്റി, ഇവയൊക്കെ എന്താണ്, ടൈപ്പ് ഓഫ് ട്രേറ്റ്സ് ആണ്. ആൻഡ് ദേ ആർ കോൾഡ് സെൻട്രൽ ട്രേറ്റ്സ്. എല്ലാവരിലും ഉണ്ട്, പക്ഷെ വേരിയിങ് ഡിഗ്രീസിലായിരിക്കും എല്ലാവരിലും ഉള്ളത്. അപ്പം നമുക്കൊരു 5 or 6 എണ്ണം കൂട്ടിച്ചേർത്താൽ മാത്രമേ ഒരാളുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യാൻ പറ്റൂ, ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് സെക്കൻഡറി ട്രേറ്റ് വിച്ച് ഇസ് കോണ്ടെക്സ്റ്റ് സ്പെസിഫിക്. കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ട്രേറ്റിനെയാണ് സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുന്നത്. അത് സിറ്റുവേഷൻ സ്പെസിഫിക് ആണ്, ഒട്ടും കൺസിസ്റ്റന്റ് അല്ല. അപ്പൊ നിങ്ങൾ ആ 2 വാക്ക് ഓർത്ത് വെക്കണം. സിറ്റുവേഷൻ സ്പെസിഫിക് ആൻഡ് ലെസ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ട്രേറ്റ് ഏതാണ്, സെക്കൻഡറി ട്രേറ്റ് ആണ്. But these traits appear in specific situation and may not be regular. ഒരാളുടെ ജീവിതത്തിൽ റെഗുലർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അപ്പൊ വല്ലപ്പോഴും ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും ആ ടൈപ്പ് ഓഫ് ട്രേറ്റ് മുമ്പോട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. നമ്മൾ എല്ലാ ദിവസവും പബ്ലിക് സ്റ്റേജിൽ കയറി സംസാരിക്കുന്ന ആൾക്കാരല്ല. അപ്പം പെട്ടെന്ന് ഒരു ദിവസം സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറയുമ്പോൾ അത്രയും നാള് കോൺഫിഡന്റ് ആയിട്ടുള്ള ഇതിന്നൊരു പേഴ്സൺ സ്റ്റേജ് കയറുമ്പോഴത്തേക്കും അങ്ങ് നെർവസ് ആവുന്നു, വിച്ച് ഇസ് ആക്ച്വലി എ ടൈപ്പ് ഓഫ് സെക്കൻഡറി ട്രേറ്റ്. അതുപോലെ ഫുഡ് പ്രിഫറൻസസ്. someone who loves spicy food but dislikes sweets. വല്ലപ്പോഴും ആയിരിക്കും മധുരം തിന്നുന്ന, മധുരം തിന്നാൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഡിസ്ലൈക്കിംഗ് ഓഫ് ഫുഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ലവ് ഫോർ എ സ്പെസിഫിക് ഹോബി, ഇറിറ്റബിലിറ്റി ഇൻ ട്രാഫിക്. അത് നമ്മൾ കാണുന്നതാണ് അല്ലെ. വളരെ കാം ആയിട്ടൊരു പേഴ്സൺ ഭയങ്കര റാഷ് ട്രാഫിക്കിന്റെ ഇടയിൽ ചിലപ്പം ഭയങ്കര അഗ്രസീവായി മാറാം. അതുപോലെ കാറ്റൽസ് 16PF എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ട്രേറ്റ് തിയറിയാണ്. 16 സോഴ്സ് ട്രേറ്റ്സ് ആണ് അദ്ദേഹം പേഴ്സണാലിറ്റിയുടെ ഫൗണ്ടേഷൻ ആയിട്ട് പറയുന്നത്. അതുപോലെ ഐസ്നിക്സ് പെൻ മോഡൽ ഉണ്ട്, where he suggests 3 dimensions to personality, which is psychoticism, extraversion and neuroticism. So ട്രേറ്റ് തിയറിയുടെ അടിയിൽ എന്തൊക്കെയുള്ളത്, ആൽപോർട്ടിന്റെ ട്രേറ്റ് തിയറി ഉണ്ട്, അതാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. സെൻട്രൽ, കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രേറ്റ് തിയറി, സെക്കൻഡറി ട്രേറ്റ്സ്. അതുപോലെ കാറ്റില് 16 ട്രേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എസ്നിക്കിന്റെ പെൻ മോഡൽ, വിച്ച് മീൻസ് there are 3 dimensions to your personality, which is also a trait model. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് തിയറിയാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ത് ചെയ്തു, കോൺഷ്യസ്നെസ്സിനെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. കോൺഷ്യസ്നെസ്, പ്രീ കോൺഷ്യസ്നെസ് ആൻഡ് അൺകോൺഷ്യസ്നെസ്. ഈ പ്രീ കോൺഷ്യസ്നെസ് തന്നെയാണ് സബ് കോൺഷ്യസ് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ കൊടുത്ത ഡയഗ്രാം തെറ്റിപ്പോയി. ദിസ് ഇസ് ആക്ച്വലി നോട്ട് പ്രീ, ദിസ് ഇസ് അൺകോൺഷ്യസ് കേട്ടോ, അൺകോൺഷ്യസ് ആണ്. ഓക്കെ, സോ യു ഹാവ് 3 ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്. ഇനി അദ്ദേഹം പറഞ്ഞത് നമുക്ക് ആ ഓരോ കോൺഷ്യസ്നെസ് ഈ സബ് കോൺഷ്യസിലേക്ക് മേജർലി വരുമ്പോൾ നമുക്ക് പേഴ്സണാലിറ്റിയെ 3 ആയിട്ട് തരംതിരിക്കാം. ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻസ്റ്റിങ് അല്ലെങ്കിൽ പ്ലഷർ പ്രിൻസിപ്പിൾ
മുമ്പോട്ട് കൊണ്ടുവന്നത്. ഈഗോ ഇസ് ദി റിയാലിറ്റി ഓറിയന്റഡ് മീഡിയേറ്റർ ആൻഡ് സൂപ്പർ ഈഗോ ഇസ് ദ മോറൽ കോൺസ്റ്റൻസ് ഓർ മോറൽ വാച്ച് ഡോഗ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചോദ്യമാണ്, വിച്ച് ഇസ് ദ മോറൽ വാച്ച് ഡോഗ്. ഇത് എല്ലാം തന്നിരുന്നു, ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ, പിന്നെ ഏതോ ഒരെണ്ണം കൂടെ. ആൻഡ് ദെൻ യു ആർ ആസ്ഡ് വിച്ച് ഇസ് ദ മോറൽ വാച്ച് ഡോഗ്. ആരാണ്? സൂപ്പർ ഈഗോ ആണ് മോറൽ വാച്ച് ഡോഗ്. അതുപോലെ അദ്ദേഹം സൈക്കോ സെക്ഷൽ സ്റ്റേജസും പ്രപ്പോസ് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ ഓറൽ, ഏനൽ, ഫാലിക്, ലേറ്റൻസി ആൻഡ് ജെനൈറ്റൽ. ഇങ്ങനെ എത്രയാണ് 5 സ്റ്റേജസ് അദ്ദേഹം എന്ത് ചെയ്തു? പ്രപ്പോസ് ചെയ്തു. അതിൽ നമ്മൾ മേജർ ആയിട്ട് നോക്കേണ്ട സ്റ്റേജ് ആണ് ഫാലിക് സ്റ്റേജ്. എവിടെയോ ഒരു പ്രാവശ്യം ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടു. സോ ദർ ആർ 2 സ്റ്റേജസ് ഇൻ ഫാലിക് സ്റ്റേജിനകത്ത് 2 കാര്യങ്ങൾ സംഭവിക്കും, 2 ഫിനോമിനൻ സംഭവിക്കാം. അതിലൊന്നാണ് ഒഡിപ്പസ് കോംപ്ലക്സ്, വേറെ ബോയ് എക്സ്പീരിയൻസ് അൺകോൺഷ്യസ് ഡിസയർ ഫോർ ഹിസ് മദേഴ്സ് ആൻഡ് സീ ഹിസ് ഫാദർ ആസ് റൈവൽ. ആൺകുട്ടികൾക്ക് അമ്മമാരോട് തോന്നുന്ന ഒരു സ്നേഹം, അച്ഛന്മാരോട് ഒരു ദേഷ്യം തോന്നും, ബിക്കോസ് അച്ഛൻ ഇസ് ദി ആക്ച്വൽ പാർട്ട്ണർ ഓഫ് അമ്മ. അതുപോലെ ഇലക്ട്രൽ കോംപ്ലക്സ്, ഗേൾസ് ഹാവ് ആൻ അൺകോൺഷ്യസ് അട്രാക്ഷൻ ടുവേർഡ്സ് ഫാദർ ആൻഡ് സീസ് മദർ ആസ് എ റൈവൽ. ഇത് ഇലക്ട്ര കോംപ്ലക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇലക്ട്ര കോംപ്ലക്സ് ആയാലും ഒഡിപ്പസ് കോംപ്ലക്സ് ആയാലും ഏത് സ്റ്റേജിലാണ് സംഭവിക്കുന്നതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഏത് സ്റ്റേജിലാണ് സംഭവിക്കുന്നത്? ഫാലിക് സ്റ്റേജിലാണ് സംഭവിക്കുന്നത്. ഈ ഒരു ഓർഡർ ഓഫ് സ്റ്റേജസും കൂടെ ഓർത്തിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് MSQന് ഇങ്ങനെ ജംബിൾഡ് ആയിട്ട് തന്നിട്ട് കറക്റ്റ് ഓർഡറിൽ പറയാം. അപ്പൊ നമുക്ക് ഈ ഓരോ സ്റ്റേജിലും നമ്മൾ ഓരോ സ്ഥലത്താണ്, അതായത് നമ്മുടെ ബോഡിയിലെ ഓരോ പോയിന്റിലാണ് നമ്മുടെ സെക്ഷുവൽ ഡിസയർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓറൽ സ്റ്റേജിലെ സമയത്ത് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ സക്കിങ്ങിലൂടെയാണ് നമ്മുടെ സെക്ഷുവൽ ഇൻസ്റ്റിങ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതേസമയം ഏനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന് പോകുന്ന സമയം, അപ്പം നമ്മുടെ നമ്മുടെ ബവൽ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഏനസ് കൺട്രോൾ ചെയ്യാനും നമ്മൾ പഠിക്കുന്നു. അതിലൂടെയാണ് നമ്മൾ സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത്. അതുപോലെ ഫാലിക് സ്റ്റേജിലാണ് ഈ ഒഡിപ്പസ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ്. അവിടെ വി ആർ ഓൾസോ കിഡ്സ് സ്റ്റാർട്ട് ടു എക്സ്പ്ലോർ ദെയർ ബോഡി. അപ്പോഴും നമ്മൾ അവിടെ ഒരു സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുകയാണ്. അതുപോലെ ലേറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഒരു കളിപ്രായം എന്ന് നമ്മൾ പറയില്ലേ, കുട്ടികളുടെ ഒരു കളിപ്രായമാണ്. വേർ ദേ ആർ നോട്ട് വെരി ആക്റ്റീവ് ഇൻ എനി ഓഫ് ദി, അവരുടെ ബോഡിയിൽ പ്രത്യേകിച്ച് ഒരു സെക്ഷൽ പാർട്സും ആക്റ്റീവ് അല്ല. ദേ ആർ മേജർലി ഫോക്കസ്ഡ് ഇൻ പ്ലേയിങ് വിത്ത് ദർ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും. ആൻഡ് ഫൈനലി ദർ ഇസ് ജെനൈറ്റൽ സ്റ്റേജ്. വെൻ യു ബിക്കം അഡോളസെന്റ് യു ഹാവ് മോർ സെക്ഷൽ ടെൻഡൻസി ഇൻ യുവർ ജെനൈറ്റൽ ഏരിയാസ്. അങ്ങനെയുള്ള ഒരു സ്റ്റേജ് ആണ്. ഇതില് അദ്ദേഹം പറയുന്ന സൈക്കോ അനലിറ്റിക് തിയറിയിൽ അദ്ദേഹം മേജർ ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓരോ സ്റ്റേജും, ഈ പറയുന്ന സെക്ഷൽ സ്റ്റേജസിൽ ഓരോന്നും പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസയർ അറ്റൈൻ ചെയ്യേണ്ട സ്ഥലങ്ങൾ അറ്റൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ ഫിക്സേഷൻ ഇൻ പേഴ്സണാലിറ്റി. നമ്മൾ ആ സ്റ്റേജിൽ ഫിക്സ് ആയിപ്പോവും. അത് കൃത്യമായി കിട്ടിയില്ല, അല്ലെങ്കിൽ തീരെ കുറഞ്ഞുപോയി, അല്ലെങ്കിൽ കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഫിക്സ് ആയിപ്പോവും. ആൻഡ് ദെൻ ദാറ്റ് വിൽ ലീഡ് ടു എ പേഴ്സണാലിറ്റി ഇഷ്യൂ എന്നാണ് സൈക്കോ അനാലിറ്റിക് തിയറിയിൽ ഫ്രോയിഡ് പറയുന്നത്. സോ അടുത്ത നമുക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ നോക്കാം ഏതാണെന്ന്. നമുക്ക് 2 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ടെസ്റ്റുകളാണ് ഉള്ളത്. ഒന്ന് പ്രൊജക്റ്റീവ് ടെസ്റ്റും ഒന്ന് നോൺ പ്രൊജക്റ്റീവ് ടെസ്റ്റും. പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് മീനിങ്ങും ഇല്ലാത്തൊരു ഇമേജ് ആളുകളെ കാണിക്കുകയാണ്. എന്നിട്ട് ദെൻ ഇവിടെ തന്നെ ദി സൈക്കോളജിസ്റ്റ് ഷോയിങ് എ ഇമേജ് വിച്ച് ഹാസ് പർട്ടിക്കുലർലി അർത്ഥമൊന്നും ഇല്ലാത്തൊരു ഇമേജ് നമ്മുടെ പേഷ്യന്റിനെ കാണിക്കുകയാണ്. ആൻഡ് പുള്ളിക്കാരി അതിനെ പറ്റിയിട്ട് അതിൽ കാണുമ്പോൾ തോന്നുന്ന കാര്യങ്ങൾ പറയാണ്. ശരിക്കും ആ പേഷ്യന്റിന്റെ മനസ്സിനകത്തുള്ള അതായത് ഓവേർട്ടായിട്ടിരിക്കുന്ന കവേർട്ടായിട്ടിരിക്കുന്ന ചില ഇമോഷൻസ് ആണ് ഇങ്ങനെയുള്ള ടെസ്റ്റിലൂടെ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതെന്നാണ് സൈക്കോളജി പറയുന്നത്. അങ്ങനെയുള്ള ടെസ്റ്റുകളാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് പ്രൊജക്റ്റീവ് ടെസ്റ്റ് പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കുറച്ച് ടെസ്റ്റുകൾ തന്നിട്ട് ഇതിൽ പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാനാണ് ചാൻസ്. സോ റൊഷാക്ക് ഇങ്ക് ബോൾ ടെസ്റ്റ് നമുക്ക് അറിയാം അല്ലേ, നമ്മൾ BEdന് പഠിച്ചിട്ടുണ്ട്. ഒരു പേപ്പർ എടുത്ത് അതിൽ ഇങ്ക് കുടഞ്ഞിട്ട് നമ്മളിങ്ങനെ മടക്കി വെക്കുമ്പോൾ അതിനകത്തൊരു ഇമേജ് ഫോം ചെയ്യുന്നത്. ആ ഇമേജ് പേഷ്യന്റിനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്, അപ്പൊ പ്രോബബ്ലി അയാളുടെ മനസ്സിലുള്ള തോട്ട്സിനെ ആയിരിക്കും ആ ഇമേജുമായിട്ട് കണക്ട് ചെയ്യുന്നത്. Then there is thematic perception test, STAT test. അത് സ്റ്റോറി ബേസ്ഡ് ഓൺ പിക്ചേഴ്സ് ആണ്. കുറെ പിക്ചേഴ്സ് കൊടുക്കും, then they have to build a story around it. പലപ്പോഴും അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ തോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും പറയുന്നത്. അങ്ങനെ നമുക്ക് അവരുടെ
മൈൻഡിനെ സ്റ്റഡി ചെയ്യാൻ സാധിക്കും. ദെൻ ദർ ഇസ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, വേർഡ് റെസ്പോണ്ടിങ് ടു വേർഡ്സ് വിത്ത് ദ ഫസ്റ്റ് തോട്ട്. നമ്മൾ ചില വേർഡ് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന കാര്യം എന്താന്ന് പറയുക. അപ്പം അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ആളുടെ മനസ്സിനകത്ത് എന്താണ്, എന്തെങ്കിലും വറീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് പ്രൊജക്റ്റഡ് ആയിട്ട് വരും. ദെൻ ദർ ഇസ് നോൺ പ്രൊജക്റ്റീവ് ടെസ്റ്റ് വിച്ച് ഇസ് സ്ട്രക്ചേർഡ് ടെസ്റ്റ്. അത് നമ്മളൊരു എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെയറോ അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ ആളുടെ പേഴ്സണാലിറ്റി ചെക്ക് ചെയ്യുന്നതിനാണ് നോൺ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ MMPI, മിനസോട്ട മൾട്ടി ഫെസൈക് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഈ MMPIയുടെ ഫുൾ ഫോം എന്താണെന്ന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് മിനസോട്ട മൾട്ടി ഫെസൈക് പേഴ്സണാലിറ്റി ഇൻവെന്ററി. ഓക്കെ. അതുപോലെ 16PF, അതായത് പേഴ്സണാലിറ്റി ഫാക്ടർ ക്വസ്റ്റ്യനെയർ ആണ് PF എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഫാക്ടർ ക്വസ്റ്റ്യൻ 16PF ടെസ്റ്റ് ഉണ്ട്. അതുപോലെ ഐസ്നെക്സ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ EPQ ഉണ്ട്. ഇതെല്ലാം എന്താണ്? എക്സാമ്പിൾസ് ഓഫ് നോൺ പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ്. അടുത്തത് നമ്മൾ പഠിക്കാനുള്ളതാണ് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം. ഇത് എന്തായാലും പഠിച്ചു വെച്ചിട്ട് പോവുക. ഒരു മാർക്ക് നിങ്ങൾക്ക് ചുമ്മാ ഈ ഏരിയയിൽ നിന്ന് തന്നെ കിട്ടും. അതിൽ എപ്പോഴും അവർ ചോദിക്കാറുള്ളത് റിപ്രഷനും റിഗ്രഷനും സബ്ലിമേഷനും ഡിനയൽ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓൾമോസ്റ്റ് എല്ലാം ആയി അല്ലേ? അപ്പൊ ഇതെല്ലാം ഇത് ഇത്രയാണ് അവർ എപ്പോഴും ഫോക്കസ് ചെയ്ത് ചോദിക്കാറുള്ളത്. ഈ പ്രൊജക്ഷനും റാഷണലൈസേഷനും ഒന്നും കണ്ടിട്ടില്ല. ബട്ട് റിപ്രഷൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, റിഗ്രഷൻ ആൻഡ് ഡിനയൽ ഇതെല്ലാം ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ റിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പെയിൻഫുൾ ഇവന്റ് ഉണ്ടായെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് താഴ്ത്തി വെക്കും. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മളിപ്പം എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യില്ല അതിനെപ്പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഓർക്കാതിരിക്കാൻ വേണ്ടി അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അൺകോൺഷ്യസിലേക്ക് താത്തി വെക്കും എന്നുള്ളതാണ് റിപ്രഷൻ. റിപ്രഷൻ എന്നുള്ള ആ പ്രോസസ്സ് ഡിഫൈൻ ചെയ്തത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ റിപ്രഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആരാണ് മുമ്പോട്ട് വെച്ചത്? ഫ്രോയിഡ് ആണ് മുമ്പോട്ട് വെക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പ്രൊജക്ഷൻ, ആട്രിബ്യൂട്ടിങ് വൺസ് ഓൺ ഫീലിങ്സ് ടു അതേഴ്സ്. അതായത് ഇപ്പം എനിക്ക് ഇത്തിരി ഡിപ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ ഞാൻ ഇത്തിരി അഗ്രസീവ് എന്തോ ഒരു കാര്യം കഴിഞ്ഞ് ഞാൻ അഗ്രസീവ് ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റ് ആണ്. എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? ഞാൻ പ്രൊജക്റ്റീവ് ആയിട്ടാണ് എൻ്റെ അഗ്രഷനെ ഫേസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വീട്ടിലുള്ള സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുകയും അച്ഛനെ അമ്മയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും. അപ്പൊ അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഇസ് വെയർ റീഡയറക്ടിങ് ഓഫ് ഇമോഷൻസ് ടു എ സേഫർ ടാർഗറ്റ്. അതായത് ഇപ്പൊ നമുക്ക് ആക്ച്വലി സബ്ലിമേഷൻ ഇസ് ഓൾസോ കൈൻഡ് ഓഫ് എ ഡിസ്പ്ലേസ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്കിന്ന് ഡിസ്പ്ലേസ്മെന്റ് ഒരു നല്ല എക്സാമ്പിൾ ആണ് നമ്മുടെ ബിഗ് ബോസിനകത്ത്. ബിഗ് ബോസ് ആണോ, സോറി, മൈ ബോസിനകത്ത്, മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഷാജോൺ എന്ത് ചെയ്യുന്നു? നമ്മുടെ മമത മോഹൻദാസ് വന്ന് വഴക്ക് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ബാത്റൂമിൽ പോയിട്ടൊരു ബക്കറ്റ് ചവിട്ടിപ്പൊട്ടിക്കും. സോ ആക്ച്വലി യു ആർ ഹാവിങ് ഹ്യൂജ് അഗ്രഷൻ, പക്ഷെ അത് സേഫർ ടാർഗറ്റ്സിന്റെ മണ്ടയിൽ എന്ത് ചെയ്യുന്നു? ആ ഇമോഷൻസ് തീർക്കുക. അതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് റാഷണലൈസേഷൻ, വേർ യു ആർ ജസ്റ്റിഫൈങ് അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ. നമുക്ക് റാഷണലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മോഷ്ടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആരോടും ചോദിക്കാതെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാനത് ജസ്റ്റിഫൈ ചെയ്യണം. അത് ആർക്കും വേണ്ടത് എത്രയോ ദിവസം അവിടെ ഇരുന്നിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് പോയത് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വലി അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ ഫ്രം മൈ സൈഡ്, ബട്ട് ഐ ആം ട്രൈങ് ടു ജസ്റ്റിഫൈ. അടുത്തത് റിഗ്രഷൻ എന്ന് പറയുന്നത് റിവേർട്ടിങ് ടു ഏർലിയർ ബിഹേവിയർ. ഇതിന് എക്സാമ്പിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം രണ്ടാമത് കുട്ടി ഉണ്ടാകുമ്പോൾ ആദ്യത്തെ കുട്ടിക്ക് ഒരു ഫീലിംഗ് വരും ദാറ്റ് ദേ ആർ നോട്ട് കെയർഡ് ഫോർ. അപ്പൊ അവരെന്ത് ചെയ്യും? അവരവരുടെ പഴയ സ്വഭാവങ്ങളിലേക്കൊക്കെ അവരും വളരെ കുഞ്ഞായതുപോലെയൊക്കെ അവര് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ആദ്യത്തെ കുട്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ബെഡില് എന്ത് ചെയ്യുക? ബെഡ് വെറ്റ് ചെയ്യുക. വളരെ കൊച്ചായിരുന്നപ്പോൾ ഉള്ളതുപോലെ നീ പോട്ടി ട്രെയിൻഡ് ആണെങ്കിലും പോട്ടി ട്രെയിൻഡ് അല്ലാത്ത പോലെ കാണിക്കുക. അങ്ങനെയുള്ള ബിഹേവിയർ, പഴയ ഏർലി ബിഹേവിയറിലോട്ട് തിരിച്ചു പോകും. ഇത് ആക്ച്വലി അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അഡ്ജസ്റ്റ്മെന്റിനെയാണ് റിഗ്രഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് സബ്ലിമേഷൻ. ഫോർ എക്സാമ്പിൾ, ചാനലൈസിങ് ഇമ്പൾസസ് ഇൻ ടു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ടിവിറ്റീസ്. ഇതൊരു സബ്ലിമേഷൻ ഒരു എക്സാമ്പിൾ ആണ്. അതായത് നമുക്ക് ഒരുപാട് ദേഷ്യമുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ദേഷ്യം ഫുള്ള് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത് തീർക്കുന്നു. ദറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി എ സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ടിവിറ്റി. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യത്തിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് ഡിനയൽ, വിച്ച് ഇസ് റിഫ്യൂസിങ് ടു അക്സെപ്റ്റ് റിയാലിറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഡേ ഡ്രീം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ? വളരെ കോൺസ്റ്റന്റ് ഡ്രീംസിലായിരിക്കും അവരെപ്പോഴും, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിയാലിറ്റി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരെപ്പോഴും റിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതല്ല റിയാലിറ്റി. ഈ ലവ് റിലേഷൻസിലുള്ള ഒരുപാട് പേര് ഡിനയലാണ്
അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആയിട്ട് കാണിക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് സത്യങ്ങൾ അറിഞ്ഞു നമ്മുടെ പാർട്ട്ണറിനെ പറ്റി, ബട്ട് സ്റ്റിൽ വി കീപ് ഓൺ റിഫ്യൂസിങ് ടു ഇറ്റ്. അതിനെയാണ് ഡിനയൽ എന്ന് പറയുന്നത്. Next topic we have to study is motivation. So motivation is actually an internal drive, അല്ലെ? ഇന്റേണലും ആകാം, എക്സ്റ്റേണലും ആകാം, ചിലപ്പോൾ കമ്പൽഡും ആവാം. നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു ആക്ഷൻ ചെയ്ത് ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു പുഷിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോട്ടിവേഷൻ. ആ പുഷ് നമ്മുടെ ഉള്ളിൽ നിന്നാകാം, പുറത്തു നിന്നാകാം, അല്ലെങ്കിൽ വളരെ കമ്പൽഡ് ആയിട്ട് നമ്മളെല്ലാരും കൂടെ കുത്തിപ്പിടിച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യവും ആവാം. സോ ടൈപ്സ് ഓഫ് മോട്ടിവേഷനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കുള്ളത് ഇന്റേണൽ അല്ലെങ്കിൽ ഇൻട്രൻസിക് മോട്ടിവേഷൻ. നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് മോട്ടിവേഷനെയാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വലിന്റെ ഉള്ളിൽ നിന്നും, കംസ് ഫ്രം വിത്തിൻ ദി ഇൻഡിവിജ്വൽ. ഇറ്റ് ഇസ് ഡ്രിവൺ ബൈ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ക്യൂരിയോസിറ്റി ആൻഡ് അച്ചീവ്മെന്റ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് എൻ്റെ അത് വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കണം എന്ന് തന്നെ ഇല്ല. എനിക്കാണെങ്കിൽ എൻ്റെ അലമാര ഇങ്ങനെ അടുക്കി പറക്കി വെക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഇന്റേണൽ ഡ്രൈവ് ടു കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ. ഒരു ഇന്റേണൽ ഡ്രൈവാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നെങ്കിൽ അതിനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റഡിങ് ബിക്കോസ് യു ലവ് ടു ലേൺ, പ്ലേയിങ് എൻ ഇൻസ്ട്രുമെന്റ് ബിക്കോസ് യു പേഴ്സണലി എൻജോയ് ഇറ്റ്. ആരെയും കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ എൻജോയ് ചെയ്യുന്നു. സോൾവിങ് എ പസിൽ ബിക്കോസ് ദേ ആർ ഫൺ ആൻഡ് ചലഞ്ചിങ്. എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നതല്ല, എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. ഈ ഇൻട്രൻസിക് മോട്ടിവേഷൻ നമ്മൾ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം നിങ്ങളുടെ സെറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് മോട്ടിവേഷനെ ബേസ് ചെയ്താണ്. അച്ചീവ്മെന്റ് മോട്ടിവേഷനും ഇൻട്രൻസിക് മോട്ടിവേഷനും തമ്മിൽ നമുക്ക് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇത് ആരും കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും അവാർഡ് കൊണ്ട് തരും എന്നുള്ളൊരു കോൺസെപ്റ്റ് ചെയ്യുന്ന കാര്യമേ അല്ല ഇൻട്രൻസിക് മോട്ടിവേഷൻ. ഇൻട്രൻസിക് മോട്ടിവേഷൻ ഇസ് ബേസിക്കലി ജസ്റ്റ് ഡൺ ഫോർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് എന്റെ സന്തോഷത്തിന്, എന്റെ സമാധാനത്തിന്, എന്റെ സെൻസ് ഓഫ് അച്ചീവ്മെന്റിന് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാതെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടോ സമൂഹത്തിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന കാര്യമല്ല ഇൻട്രൻസിക് മോട്ടിവേഷൻ. ചെറിയ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, ബട്ട് യു ഡു ഇറ്റ് ഫോർ യുവർ ഓൺ ലവ് ആൻഡ് ഫൺ. സോ അടുത്തത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റിവാർഡിനെയോ പണിഷ്മെന്റിനെയോ പേടിച്ചുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് എന്ത്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റഡിങ് ടു ഗെറ്റ് ഗുഡ് ഗ്രേഡ്സ്. അഥവാ ഗുഡ് ഗ്രേഡ്സ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടി കിട്ടുമായിരിക്കും, അതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അടുത്തത് വർക്കിംഗ് ഫോർ സാലറി. സാലറി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്നു. പിന്നെ എക്സസൈസിങ് ടു വിൻ എ കോമ്പറ്റീഷൻ. എനിക്ക് എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമല്ല, അത് ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ല, പക്ഷെ ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്യാനുണ്ട്, അതുകൊണ്ട് മാത്രം എക്സസൈസ് ചെയ്യുന്നുവെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എൻ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. നൗ കംസ് എ മെയിൻ തിങ്, നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നതും ഇതാണ്, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ഡ്രൈവ് ആണ് ടു അക്കംപ്ലിഷ് ഗോൾ, എക്സൽ ആൻഡ് അറ്റൈൻ സക്സസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് എക്സലൻസ്. അതായത് നമുക്ക് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു അച്ചീവ്മെന്റ് അറ്റൈൻ ചെയ്യണം. ആ അച്ചീവ്മെന്റ് അറ്റൈൻ ചെയ്തത് കൊണ്ട് നമുക്ക് ചുമ്മാ ഒരു അച്ചീവ്മെന്റ് അറ്റൈൻ ചെയ്യാം. ഇപ്പൊ നേരത്തെ നമ്മൾ ഇന്റേണൽ ഡ്രൈവ് അല്ലെങ്കിൽ ഇൻട്രൻസിക് മോട്ടിവേഷനെ പറ്റി പറഞ്ഞു, ചെറിയൊരു കാര്യം ചെയ്ത് അതിൽ സാറ്റിസ്ഫൈഡ് ആവുകയല്ല. പകരം ഇവിടെ ഇൻഡിവിജ്വൽ എന്താ ചെയ്യുന്നത്, ഒരു വലിയ ഗോള് അല്ലെങ്കിൽ ഒരു വലിയ കാര്യം, ഒരു എക്സലൻസ് അച്ചീവ് ചെയ്യുന്നു. ഇൻ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് എന്ത് ചെയ്യണം, സൊസൈറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നും ഒരു അപ്രീസിയേഷനും പെർഫോമൻസിനൊരു അദ്ദേഹം എടുത്ത എഫേർട്ടിന് ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാവുന്ന രീതിയിലുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു എക്സലൻസ് അറ്റൈൻ ചെയ്യണം, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ വൺ സെൽഫ്, ബട്ട് ചുറ്റുമുള്ള എൻവയോൺമെന്റ് അല്ലെങ്കിൽ സൊസൈറ്റി പുള്ളിക്കാരനെ എന്ത് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ടിലാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഡ്രൈവ് സക്സസ് ആൻഡ് ഗോൾ. ഇപ്പം എനിക്ക് തന്നെ എൻ്റെ ക്ലാസ്സിൽ ടോപ്പർ ആവണം. ഞാൻ ടോപ്പർ ആയി കഴിഞ്ഞാൽ എല്ലാവരും എന്നെ എന്ത് ചെയ്യും, പുള്ളിക്കാരി വലിയ ടോപ്പറാണ്, പുള്ളിക്കാരി വലിയ പഠിപ്പിയാണ് എന്ന് പറയും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഞാൻ പഠിക്കുകയാണെങ്കിൽ അവിടെ എൻ്റെ മോട്ടിവേഷൻ എന്താണ്, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. അപ്പം നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു സെറ്റിന് വരുന്നത് യൂഷ്വലി എന്ന് പറഞ്ഞാൽ അവരൊരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കും, ആൻഡ് ദെൻ വാട്ട് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ഇസ് ദിസ് എന്ന് ചോദിക്കും. ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ദാറ്റ് ദ പേഴ്സൺ ഇസ് ഡൂയിങ് സംതിങ് ടു ഗെറ്റ് ഒരു
അപ്രീസിയേഷൻ ഫ്രം സമ്മൺ എൽസ്, സൊസൈറ്റിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്നോ പിയർ ഗ്രൂപ്പിന്നോ ഫാമിലിന്നോ ഒക്കെ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പെർട്ടിക്കുലർ അച്ചീവ്മെന്റ് ചെയ്യുന്നതെന്നുള്ളെങ്കിൽ പ്ലീസ് റൈറ്റ് ഇറ്റ് ഇസ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. അതേസമയം ഒരു കുഞ്ഞു കാര്യമാണ് അല്ലെങ്കിൽ വലിയ കാര്യമാവാം, ബട്ട് ഇറ്റ് ഇസ് ഡൺ ഓൺലി ഫോർ പേഴ്സണൽ ജോയ്, അല്ലാതെ ആരുടെയും എന്താണ് എന്ത് പറയാൻ ആരും നമ്മളെ അംഗീകരിക്കാൻ വേണ്ടി ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ then it is internal drive അല്ലെങ്കിൽ intrinsic motivation. But whenever there is ഒരു external this involved, external ഒരു appreciation involved, then it is achievement motivation. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്നുള്ള കോൺസെപ്റ്റ് മുമ്പോട്ട് വയ്ക്കുന്നത് ഡേവിഡ് മെക്ലീലൻഡ് ആണ്. അദ്ദേഹം 3 ടൈപ്പ് ഓഫ് നീഡ്സ് ആണ് പറഞ്ഞത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. ഒരാൾ അച്ചീവ്മെന്റ് ചെയ്യുന്നെങ്കിൽ അയാൾക്ക് അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് വേണം, അതിൽ നിന്നും അദ്ദേഹത്തിന് പവർ ലഭിക്കണം, ഒരു ടൈപ്പ് ഓഫ് അഫിലിയേഷൻ ലഭിക്കണം. സോ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. സോ നീഡ് ഫോർ അച്ചീവ്മെന്റ് ഇസ് ഓൾസോ റെപ്രസെന്റഡ് ആസ് NACH, NAC എന്നാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. അതായത് ഡിസയർ ടു സെറ്റ് അച്ചീവിങ് ചലഞ്ചിങ് ഗോൾസ്. ഒരു സ്റ്റുഡൻറ് വാണ്ട്സ് ടു ബി ദ ടോപ്പ് ഓഫ് ദ ക്ലാസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ ചലഞ്ചിങ് ഗോൾ എടുക്കുന്നു, അത് ഞാൻ എന്തായാലും അച്ചീവ് ചെയ്യും, അതിലൂടെ എനിക്ക് എന്ത് കിട്ടും, ഒരു അപ്രിസിയേഷൻ കിട്ടും എന്നുള്ളത്. അതുപോലെ നീഡ് ഫോർ പവർ, NPOW എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. NPOW എന്ന് പറഞ്ഞാൽ ഡിസയർ ടു ഇൻഫ്ലുവൻസ് ഓർ കൺട്രോൾ അതേഴ്സ്. അത് ഇപ്പൊ ഞാനൊരു സാധാരണ ഒരു ടീമിലെ അംഗമാണ്. അപ്പൊ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു മാനേജർ ആവാനാണ്. പക്ഷെ ആ മാനേജർ ആവുന്ന എന്തിനാണ്, ബാക്കിയുള്ള ആൾക്കാരെ ഭരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ then you are actually having a need for power. അതും അച്ചീവ്മെന്റ് മോട്ടിവേഷന്റെ അടി വരും. then you also have a need for affiliation, NAFF. അതായത് ഡിസയർ ഫോർ സോഷ്യൽ റിലേഷൻഷിപ്സ് ആൻഡ് അക്സെപ്റ്റൻസ്. എ പേഴ്സൺ വർക്കിംഗ് ഹാർഡ് ടു മെയിൻറ്റെയിൻ ഫ്രണ്ട്ഷിപ്സ്. ഇപ്പം ചില ഫ്രണ്ട്ഷിപ്പ് സർക്കിൾസ് ഉണ്ടല്ലോ, നമ്മൾ നല്ല പൈസ ഉണ്ടെങ്കിലേ ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാവും. അപ്പം എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിൽക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. ദെൻ ദാറ്റ് ഇസ് കോൾഡ് ആസ്. അപ്പം എവിടെയൊക്കെ നിങ്ങൾക്ക് അച്ചീവ്മെന്റ്, പവർ ആൻഡ് അഫിലിയേഷൻ വരുന്നതായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റിൽ തോന്നുന്നു, ദെൻ ഇറ്റ് ഇസ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ആൻഡ് നോട്ട് ഇന്റേണൽ മോട്ടിവേഷൻ. സോ നമുക്ക് 2-3 സ്റ്റേറ്റ്മെന്റ് നോക്കണം. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇസ് എൻഹാൻസ്ഡ് ബൈ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. നമുക്ക് ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും ഇഫ് വി ഹാവ് എൻ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഗോൾസ് ഡ്രൈവ് ചെയ്യുന്നത്. ദെൻ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്പെക്ടൻസി, ബിലീഫ് ആൻഡ് വാല്യൂ ഇമ്പോർട്ടൻസ്. നമ്മുടെ സക്സസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണ് സക്സസ് അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നമുക്ക് നമ്മളിൽ തന്നെ ബിലീഫ് ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റൂ. അതുപോലെ നമ്മൾ എന്തിനാണോ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനൊരു ഒരു ടൈപ്പ് ഓഫ് വാല്യൂ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ നമ്മളൊരു പഠിപ്പിയാണ് എന്നുള്ളത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ ഒരു വാല്യൂ ഉണ്ട് അല്ലേ. ദർ ഇസ് സം ഇമ്പോർട്ടൻസ് ഗിവൺ ടു ദി റിഗർ ഓഫ് ലേണിംഗ് യു ഹാവ്. അതിനെയാണ് വാല്യൂ എന്ന് പറയുന്നത്. അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി എഡ്യൂക്കേഷനെ സംബന്ധിച്ച് മോട്ടിവേറ്റഡ് സ്റ്റുഡൻസ് എപ്പോഴും ഹൈ അക്കാഡമിക് ഗോൾസ് സെറ്റ് ചെയ്യുകയും അത് പെർസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ ചാലഞ്ചസിലൂടെ ഒരു പെർസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. Then in workplace, high achievers take initiative, seek challenges and prefer feedback. ഫീഡ്ബാക്ക് വേണം എന്ന് ആവശ്യപ്പെടും. ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ ഏറ്റെടുക്കും വർക്ക് പ്ലേസിൽ. അതുപോലെ ഹൈ അച്ചീവേഴ്സ് എന്ത് ചെയ്യും, ഇനിഷ്യേറ്റീവ്സും എടുക്കും. Now we go into the topic intelligence. ഈ സൈഡ് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് 1 മാർക്ക് എന്തായാലും ഉറപ്പാണ്. ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാത്ത വർഷങ്ങളില്ല. So the concept of IQ was put forward by William Stern. അദ്ദേഹമാണ് IQ സ്കോർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഫോർമുല തന്നത്. വി ഓൾ നോ MA/CA × 100. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് CA/MA × 100,000 എന്നൊക്കെ തന്ന് കുറെ ഇക്വേഷൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് IQന്റെ ഇക്വേഷൻ എന്ന് ചോദിക്കും. IQ സ്കോർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് × 100. ദെൻ പിന്നെ നമുക്കുള്ള ഒരു സാധനമാണ് EQ. എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കോഷ്യന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുമ്പോട്ട് വെക്കുന്നത് പീറ്റർ സലോവയും ജോൺ മേയറും ആണ്. അതിനെ പോപ്പുലറൈസ് ചെയ്ത ആളാണ് ഡാനിയൽ ഗോൾഡ്മാൻ. നമുക്കൊരു ടെൻഡൻസി ഉണ്ട് EQ അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ് കണ്ട ഉടനെ ഡാനിയൽ ഗോൾഡ്മാനെ ടിക്ക് ചെയ്യുന്നത്. ഡാനിയൽ ഗോൾഡ്മാൻ അല്ല, പോപ്പുലറൈസ് ചെയ്തേ ഉള്ളൂ. ആ ടേം കോയിൻ ചെയ്തത് പീറ്റർ സലോവയും ജോൺ മേയറുമാണ്. അടുത്തത് നമുക്ക് വരുന്നതാണ് SQ അഥവാ സോഷ്യൽ ഇന്റലിജൻസ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൗ ഒരു പേഴ്സൺ എങ്ങനെ ഒരു സോഷ്യൽ
എൻവയോൺമെന്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നന്നായി ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് സോഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത്. അത് മുമ്പോട്ട് വെച്ച ആളാണ് എഡ്വേർഡ് തോണ്ടേ. ഇനി നമുക്ക് വേറൊരു ഇന്റലിജൻസും കൂടെ ഉണ്ട്, സ്പിരിച്വൽ കോഷ്യന്റ് അല്ലെങ്കിൽ എസ് ക്യു. എസ് ക്യു എന്ന് പറയുന്നത് ഇസ് ദി സം ഓഫ് ഐ ക്യു ആൻഡ് ഇ ക്യു. ഐ ക്യുവിന്റെ ഇ ക്യുവിന്റെ സം ആണ് എന്ത്, സ്പിരിച്വൽ കോഷ്യന്റ്. നമുക്ക് സാധാരണ എസ് ക്യു എന്ന് തന്നിരിക്കുകയാണെങ്കിൽ അത് ഒബ്വിയസ്ലി സോഷ്യൽ കോഷ്യന്റ് ആവാനാണ് ചാൻസ്. ഇനി അഥവാ സ്പിരിച്വൽ കോഷ്യന്റ് ആണെങ്കിൽ അവർ ബ്രാക്കറ്റ് തന്നിരിക്കും, എന്താണ് എസ് ക്യു എന്നുള്ളത് തന്നിരിക്കും കേട്ടോ. ഇനി അഥവാ ഒന്നും തന്നിട്ടില്ലെങ്കിൽ യു ടേക്ക് ഇറ്റ് ഫോർ സോഷ്യൽ കോഷ്യൻ, അല്ലെങ്കിൽ മാത്രം സ്പിരിച്വൽ കോഷ്യന്റ് ആക്കി എടുത്താൽ മതി. സ്പിരിച്വൽ കോഷ്യന്റ് എന്താണ്, സം ഓഫ് ഇന്റലക്ച്വൽ കോഷ്യന്റ് ആൻഡ് ഇമോഷണൽ കോഷ്യന്റ്. സോ സ്പിരിച്വൽ കോഷ്യന്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഡാനിയൽ സോഹാർ ആൻഡ് ഇയാൻ മാർഷൽ. അടുത്തത് നമുക്ക് ഫാക്ടർ തിയറീസ് ഓഫ് ഇന്റലിജൻസിലേക്ക് പോവാം. സോ മേജർ ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് തന്നെ സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറിയാണ്. നമ്മൾ ബിഎഡിന് പഠിക്കുന്നതാണ് അല്ലെ. നമുക്ക് എത്ര ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് 2 ഫാക്ടേഴ്സ് ആണ് ഇന്റലിജൻസിലുള്ളത്, ഒന്ന് ജി ഫാക്ടറും ഒന്ന് എസ് ഫാക്ടറും. ജി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറോൾ മെന്റൽ എബിലിറ്റി ഇൻ എ ടാസ്ക് ആണ്. ജി ഫാക്ടർ എല്ലാ ആൾക്കാർക്കും കാണും. അതേസമയം എസ് ഫാക്ടർ എന്ന് പറയുന്നത് പേഴ്സൺ അനുസരിച്ച് വേരി ചെയ്യും. ചില പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും എസ് ഫാക്ടർ ചില ആൾക്കാരിൽ. ചില ആൾക്കാരിൽ ചില എസ് ഫാക്ടറുകൾ കാണാറുമില്ല. അപ്പൊ സ്റ്റുഡന്റ് എക്സലിംഗ് ഇൻ ബോത്ത് മാത്ത് ആൻഡ് ലാംഗ്വേജ് ഹാവ് എ സ്ട്രോങ് ജി ഫാക്ടർ. അതാണ് കാര്യം. സോ നെക്സ്റ്റ് തേഴ്സ്റ്റൺസ് പ്രൈമറി മെന്റൽ എബിലിറ്റീസ്. അതാണ് അടുത്ത തിയറി ഓഫ് ഇന്റലിജൻസ്. സോ ഇവിടെ അദ്ദേഹം പറയുന്നത് നമുക്ക് 7 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഐഡന്റിഫൈഡ് 7 ഇൻഡിപെൻഡന്റ് മെന്റൽ എബിലിറ്റീസ്. ഒരാൾക്ക് 7 ഇൻഡിപെൻഡന്റ് മെന്റൽ എബിലിറ്റീസ് ഉണ്ടെന്നാണ് തേഴ്സ്റ്റൺ പറയുന്നത്. അത് ഏതൊക്കെയാണ്, വെർബൽ കോംപ്രിഹെൻഷൻ, ന്യൂമറിക്കൽ എബിലിറ്റി, സ്പേഷ്യൽ റിലേഷൻഷിപ്സ്, മെമ്മറി, റീസണിങ്, വേർഡ് ഫ്ലുവൻസി ആൻഡ് പെർസെപ്ഷൻ സ്പീഡ്. ഇത്രയും കാര്യങ്ങളാണ് ഒരാളുടെ പേഴ്സണൽ മെന്റൽ എബിലിറ്റി. ഇത് വെച്ചിട്ടാണ് അയാളുടെ ഇന്റലിജൻസ് നമുക്ക് അളക്കാൻ സാധിക്കുന്നത്. അടുത്തതാണ് തോണ്ടേക്കിന്റെ മൾട്ടി ഫാക്ടർ തിയറി. അദ്ദേഹം പറഞ്ഞു ഇന്റലിജൻസ് ഹാസ് 3 dimensions വിച്ച് ഇസ് സോഷ്യൽ ഇന്റലിജൻസ്, കോൺക്രീറ്റ് ഇന്റലിജൻസ് ആൻഡ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. സോഷ്യൽ ഇന്റലിജൻസ് ഇസ് ദി എബിലിറ്റി ടു ഡീൽ വിത്ത് പീപ്പിൾ. ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യാനുള്ള ഒരാളുടെ എബിലിറ്റിയാണ് സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യങ്ങളുമായിട്ട്, സാധനങ്ങളുമായിട്ട് ഡീൽ ചെയ്യാനുള്ള ഇന്റലിജൻസിനെയാണ് കോൺക്രീറ്റ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് വിത്ത് ദി എബിലിറ്റി ടു ഡീൽ വിത്ത് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ്. ഐഡിയകളും കോൺസെപ്റ്റും ഒന്നും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളല്ല, എല്ലാം അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ ഡീൽ ചെയ്യാനുള്ളതാണ് എന്താ അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. ദെൻ ദർ ഇസ് കാറ്റൽസ് തിയറി ഓഫ് ഇന്റലിജൻസ്. ഇതും കൂടെ നോക്കിയിട്ട് പോണേ. ഇപ്പൊ പുതിയ നമ്മുടെ സെറ്റിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സിലബസിനെ വിട്ട് ചില പുറത്തുനിന്നുള്ള കാര്യങ്ങളും കൂടെ ഇപ്പൊ ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്തിരി ഡീപ്പായിട്ട് പഠിച്ചു പോകണം. സോ ദർ ഇസ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നാണ് കാറ്റൽ പറയുന്നത്. അതായത് നമ്മൾ വളരെ ചെറിയ ഏജിൽ നമുക്ക് കുറെ കൂടെ പ്രോബ്ലം സോൾവിങ്ങും അഡാപ്റ്റബിലിറ്റി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ വളരെ ചെറുപ്പത്തിൽ ചില സാഹചര്യങ്ങൾ കൊണ്ടിട്ട് നമ്മൾ സർവൈവ് ചെയ്യും. പക്ഷെ വലുതാവും തോറും അല്ലെങ്കിൽ നമ്മൾ മെച്ചുവേർഡ് ആവും തോറും നമുക്ക് അഡാപ്റ്റബിലിറ്റി കുറഞ്ഞു വരും എന്നാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് പറയുന്നത്. അതുപോലെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോളേജും എന്താണ് സ്കിൽസും എക്സ്പീരിയൻസിലൂടെ ഉണ്ട്. അതെപ്പോഴും നമുക്ക് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എപ്പോഴായിരിക്കും ഉള്ളത്, നമ്മൾ കുറച്ചുകൂടെ മെച്ചുവേർഡ് അല്ലെങ്കിൽ പ്രായമായതിനു ശേഷമാണ് നമുക്ക് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് വരുന്നത്. സോ ഫ്ലൂയിഡ് ഇന്റലിജൻസ് ഇസ് related with small age and crystallized intelligence with as you age, maturity achieve ചെയ്യുമ്പോഴാണ് crystallized intelligence വരുന്നത്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ആണ്. അദ്ദേഹം 3 ഡയമെൻഷൻ ആണ് നമ്മുടെ ഇന്റലക്റ്റിനുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ബോക്സ് പോലെയാണ് അദ്ദേഹം ഇന്റലിജൻസിനെ ക്ലാസിഫൈ ചെയ്തത്. ദർ ആർ കോണ്ടന്റ്സ്, പ്രോഡക്ട്സ് ആൻഡ് ഓപ്പറേഷൻസ്. അദ്ദേഹം പറഞ്ഞു 6 ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് ഈ പടം നോക്കിയാൽ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. നമ്മൾ ഇങ്ങനെയുള്ള MCQ ടൈപ്പ് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോട്ട്സ് ഒന്നും ഉണ്ടാക്കി ഇങ്ങനെ ഇത് ഓരോന്നും എന്താണ്, ഇത് എങ്ങനെയാണ് ഇൻറ്റു ചെയ്യുന്നത് അതൊന്നും അറിയണ്ട. വളരെ ക്രിസ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞു പോയാൽ മതി. നിങ്ങൾക്ക് ഇത്രയും കാര്യം അറിയാമെങ്കിൽ തന്നെ ഗിൽഫോർഡിന്റെ സ്ട്രക്ചറിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ 3 ഡയമെൻഷൻസ് ഉണ്ട്. ഓപ്പറേഷൻ ഡയമെൻഷൻ, കണ്ടന്റ് ഡയമെൻഷൻ, പ്രോഡക്റ്റ് ഡയമെൻഷൻ. ഓപ്പറേഷൻ ഡയമെൻഷനിൽ 6 ടൈപ്പ് ഉണ്ട്, കണ്ടന്റിൽ 5 ടൈപ്പ് ഉണ്ട്, പ്രോഡക്റ്റ് ഡയമെൻഷനിൽ 6 ടൈപ്പ് ഉണ്ട്. ആൻഡ് ദർ ആർ ടോട്ടൽ 6 into 6 into 5 180 കമ്പോണൻസ് ഓഫ് ഇന്റലിജൻസ് എന്നാണ് ആര് പറയുന്നത്, ഗിൽഫോർഡ്. ഒരു സ്ക്വയർ ഡിവൈഡ് ചെയ്ത് ഓരോന്നായിട്ട് ഓരോ ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് കമ്പോണൻസ് ആയിട്ട്
സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെ പരസ്പരം ഇൻഡു ചെയ്ത് 180 കമ്പോണൻസ് ഓഫ് ഇന്റലിജൻസ് ടോട്ടൽ ഉണ്ടെന്നാണ് ആര് പറഞ്ഞത്? ഗിൽഫോർഡ് പറഞ്ഞു. ഇനി വി കം ടു ഗാർഡ്നേഴ്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. അതായത് ബിയോണ്ട് ട്രഡീഷണൽ IQ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് മാത്രമല്ല 8 ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ടെന്നാണ് ആര് പറഞ്ഞത്? ഹവാർഡ് ഗാർഡ്നർ പറഞ്ഞത്. അതിൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഇസ് ഫോർ റൈറ്റേഴ്സ് ആൻഡ് പോയറ്റ്സ്. നമുക്ക് ഒരുപാട് സംസാരിക്കാനും എഴുതാനും ഒക്കെ ഉള്ളൊരു കഴിവ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആൾക്കാർക്കുണ്ട്. ലാംഗ്വേജിലായിരിക്കും നല്ല നല്ല ലാംഗ്വേജ് യൂസേഴ്സ് ആയിരിക്കും. അതുപോലെ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് വിച്ച് മീൻസ് നമുക്ക് എന്തുണ്ട്? നല്ല മാത്സിൽ നല്ല കഴിവുണ്ട്. അതുപോലെ നമുക്ക് ലോജിക് അപ്ലൈ ചെയ്യാനും നല്ല കഴിവുണ്ട്. സയന്റിസ്റ്റ് മാത്തമാറ്റീഷ്യൻസിനൊക്കെയാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ളത്. ദെൻ ദർ ഇസ് മ്യൂസിക്കൽ ഇന്റലിജൻസ്. കമ്പോസേഴ്സ്, മ്യൂസീഷ്യൻസ്, അവർക്ക് പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാൻ, പിച്ച് റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. സൗണ്ടുമായിട്ട് ബേസ് ചെയ്ത് അവരുടെ എന്താണ് ഇന്റലിജൻസ് വളരെ കൂടുതലായിരിക്കും. ദെൻ ദർ ഇസ് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ലൈക്ക് അത്ലീറ്റ്സ്, ഡാൻസേഴ്സ്. ശരിക്കും നമുക്ക് ക്ലാസ് റൂമിലും കാണാം, ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റൂല, ഇങ്ങനെ വിരിവിരാന്നിരിക്കുന്ന പിള്ളേർ, അവരൊക്കെ ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ളവരാണ്. ദെൻ ദർ ഇസ് സ്പേഷ്യൽ ഇന്റലിജൻസ് ആൾക്കാർ. അവർക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഒരു സാധനത്തിനെ പറ്റി ആലോചിക്കാനും അതിനെ ട്വിസ്റ്റ് ചെയ്യാനും ടേൺ ചെയ്യാനും ഒക്കെ വിഷ്വലി മെന്റലി സാധിക്കുന്നു എന്നുള്ളതാണ്. അവര് ആർക്കിടെക്ട്സ്, ആർട്ടിസ്റ്റ്, അവർക്കൊക്കെ മൈൻഡിനകത്ത് തന്നെ 3D ഒബ്ജക്ട്സിനെ എന്ത് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാനും ടേൺ ചെയ്യാനും ട്വിസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ആൾക്കാരാണ്. ദെൻ ദർ ആർ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസസ്, കൗൺസിലേഴ്സ്, ലീഡേഴ്സ്. അവർക്ക് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് നല്ല കണക്ഷൻസ് ഫോം ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. ദെൻ ദർ ആർ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസസ്. സ്വന്തം ആവശ്യം എന്താണ്, സ്വന്തമായിട്ട് ആസ് എൻ ഇൻഡിവിജ്വൽ, ഹൂ ആം ഐ, വാട്ട് ആം ഐ ഹിയർ ഫോർ, അങ്ങനെയുള്ള ഫിലോസഫിക്കൽ തോട്ട്സ് വളരെ കൂടുതലുള്ള ആൾക്കാരെയാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസസ് എന്ന് വിളിക്കുന്നത്. ഫിലോസഫേഴ്സ്, സെൽഫ് അവെയർ ഇൻഡിവിജ്വൽസ് ഒക്കെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസസിന്റെ എക്സാമ്പിൾ ആണ്. ദെൻ ദർ ഇസ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. നേച്ചറുമായിട്ട് ഏറ്റവും നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസസ് എന്ന് വിളിക്കുന്നത്. ബയോളജിസ്റ്റ്, നേച്ചർ ലവേഴ്സ്, അവരൊക്കെ എന്താണ്, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവരാണ്. ഹവാർഡ് ഗാർഡ്നറിന്റെ ഫ്രെയിം ഓഫ് മൈൻഡ്സ് എന്ന് പറഞ്ഞ ബുക്കിൽ 1983 ആദ്യമായിട്ടാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് 6 മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് ആണ്. പിന്നെ 1994 അദ്ദേഹം ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസും നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസും കൂടെ ചേർത്ത് ടോട്ടൽ 8 മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് ഉണ്ടെന്ന് പറഞ്ഞു വെച്ചു. ഓക്കെ, നൗ വി കം ടു ഇന്റലിജൻസ്. ഇന്റലിജൻസിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്റലിജൻസ് ടെസ്റ്റ്, വി കം ടു ഇന്റലിജൻസ് ടെസ്റ്റ്. ഇന്റലിജൻസ് ടെസ്റ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ടെസ്റ്റുകളുണ്ട്, ഒരാൾക്ക് മാത്രം അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ. സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ്, വെസ്ലേഴ്സ് അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ ഒക്കെ. ദെൻ ദർ ആർ ഗ്രൂപ്പ് ടെസ്റ്റ്. കേട്ടോ, ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാരെ വെച്ച് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ് ആർമി ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റ്, റേവൺ പ്രോഗ്രസീവ് മെട്രിസസ് എക്സെട്ര. ദെൻ ദർ ഇസ് വെർബൽ ടെസ്റ്റുകൾ. വെർബൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോക്കസസ് ഓൺ ലാംഗ്വേജ് ബേസ്ഡ് എബിലിറ്റീസ്. ആൾക്കാരുടെ ലാംഗ്വേജ് എങ്ങനെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റലിജൻസ് അളക്കുന്നത്. ദെൻ ദർ ആർ നോൺ വെർബൽ ടെസ്റ്റ്. ഇപ്പൊ ചില സമയത്ത് നമുക്ക് എല്ലാവരും ഒരു ലാംഗ്വേജിലുള്ള ആൾക്കാരായിരിക്കില്ല, പല ലാംഗ്വേജിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവരെ എല്ലാവരും ഒരു വെർബൽ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് അവരുടെ ഇന്റലിജൻസ് അളക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോൺ വെർബൽ ടെക്സ്റ്റ്, പിക്ടോറിയൽ അല്ലെങ്കിൽ സിംബോളിക് റീസണിങ് ടാസ്കുകൾ വെച്ചിട്ട് അവരുടെ ഇന്റലിജൻസിനെ അളക്കും. നൗ വി ഗോ ഇൻ ടു മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ്. നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. സോ ദർ ഇസ് ബിനെറ്റ് സൈമൺ ഇന്റലിജൻസ് സ്കെയിൽ. അത് 1905 ഡെവലപ്പ് ചെയ്തത്. ഡെവലപ്പ് ടു ഐഡന്റിഫൈ സ്റ്റുഡൻസ് നീഡിങ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. കുട്ടികളുടെ IQ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ ടെസ്റ്റ് വെച്ചിട്ട് അവര് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിനെറ്റ് സൈമൺ ഇന്റലിജൻസ് സ്കെയിൽ എന്ത് ചെയ്തത്, ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. സോ ഹി ഇൻട്രൊഡ്യൂസ്ഡ്, ബിനെറ്റ് സൈമൺ ആക്ച്വലി ഇൻട്രൊഡ്യൂസ്ഡ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് മെന്റൽ ഏജ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. നമ്മുടെ IQല് MA/CA മെന്റൽ ഏജ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ആദ്യം ബിനെറ്റ് ആൻഡ് സൈമൺ മുമ്പോട്ട് വെച്ച കോൺസെപ്റ്റ്. പിന്നെ ലേറ്റർ ഇറ്റ് വാസ് റിവൈസ്ഡ് ആസ് സ്റ്റാൻഫോർഡ് ബിനെറ്റ് IQ ടെസ്റ്റ്. അതിൽ നിന്ന് IQ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് IQ കണ്ടുപിടിക്കാൻ സാധിച്ചു. പിന്നെ വെസ്ലേഴ്സ് ഇന്റലിജൻസ് ടെസ്റ്റ്. 3 ടൈപ്പ് ഓഫ് വെസ്ലേഴ്സ് ഇന്റലിജൻസ് സ്കെയിൽ ഉണ്ട്. WAIS which is for adults, WISC for children and WPPSI for preschoolers. ഇതെല്ലാം എന്ത് ചെയ്യും, വെർബൽ ആൻഡ് പെർഫോമൻസ് ഇന്റലിജൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അളക്കുന്നത്.
ഇറ്റ് പ്രൊവൈഡ്സ് എ ഡീവിയേഷൻ ഫോർ IQ. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സ്കോർ ഏജ് ഗ്രൂപ്പായിട്ട് ആവറേജ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് എ ഗ്രൂപ്പ് ടെസ്റ്റ് ആണ്. ആ ഗ്രൂപ്പിലുള്ള ആവറേജ് ഇന്റലിജൻസ് എങ്ങനെയാണ് ഗ്രൂപ്പായിട്ട് ഏജ് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ഇന്റലിജൻസ് കണ്ടുപിടിക്കുന്നത്. So now we move on to creativity. എന്താണ് creativity, meaning and characteristics? Creativity is the ability to generate new ideas, generate new, original and valuable ideas. പുതിയതായിട്ടുള്ള ഐഡിയാസ്, ഒറിജിനൽ ആയിട്ടുള്ള ഐഡിയാസ്, വാല്യുബിൾ ആയിട്ടുള്ള ഐഡിയാസ് ഇതെല്ലാം ജനറേറ്റ് ചെയ്യുന്ന ആ എബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിയേറ്റിവിറ്റി. നമുക്ക് മേജർലി മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ഉണ്ടായിരിക്കേണ്ടത്. വൺ ഇസ് ഫ്ലുവൻസി. യു ഹാവ് ടു ജനറേറ്റ് മെനി ഐഡിയാസ്. ദെൻ ദർ ഇസ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ ഒരു കോൺസ്റ്റന്റ് വേ ഓഫ് തിങ്കിങ്ങിന് പകരം വളരെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ, ഫ്ലെക്സിബിൾ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ടൈപ്പ് ഓഫ് തോട്ട്സ് വരും. അപ്പൊ അതിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് ഒറിജിനാലിറ്റി. അതായത് യുണീക്ക് ആയിട്ടുള്ള ഐഡിയാസ്. എല്ലാവരും ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തില്ല, വളരെ യുണീക്ക് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരുന്നതിനാണ് ഒറിജിനാലിറ്റി എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് ഇലാബറേഷൻ, വിച്ച് ഇസ് നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ ഇലാബറേറ്റ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അതെന്താണ് എന്നുള്ളതിനെ പറ്റി പറയുന്നതിനാണ് ഇലാബറേഷൻ എന്ന് പറയും. സോ വാട്ട് ഇസ് ക്രിയേറ്റിവിറ്റി? നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് തിങ്കിങ് ഉണ്ടാവാം. നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് പുറമേലേക്ക് ആലോചിച്ച് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ഒരു സിംഗിൾ പോയിന്റിലേക്ക് നമ്മുടെ തോട്ടിനെ എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമ്മുടെ തോട്ടിനെ പല ദിശയിലേക്ക് വിടുന്നതിനെ ഡൈവേർജന്റ് തിങ്കിങ് എന്നും, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് എല്ലാത്തിനെയും കൂടെ സമാഹരിച്ച് ഒരു പോയിന്റിലെത്തി ഒരു ആൻസർ കണ്ടുപിടിക്കുന്നതിനെ കൺവേർജന്റ് തിങ്കിങ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് നിങ്ങൾക്ക് പറയാമോ? ഓബ്വിയസ്ലി അല്ലേ, ഡൈവേർജന്റ് തിങ്കിങ് ആയിരിക്കും. നമ്മൾ പുറത്തോട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ പുറത്തോട്ട് പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അതേസമയം ലോജിക്കലി റീസൺ ചെയ്ത് ഒരു സിംഗിൾ പോയിന്റ് ആൻസറിലേക്ക് വരുന്നതിനാണ് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഗിൽഫോർഡ്സ് തിയറി ഓഫ് ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഹി ആക്ച്വലി പ്രപ്പോസ് ഡൈവേർജന്റ് തിങ്കിങ്, അതല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ്, മെനി പോസിബിൾ ആൻസേഴ്സ് വേഴ്സസ് കൺവേർജന്റ് തിങ്കിങ്. കൺവേർജന്റ് തിങ്കിങ്ങും ഡൈവേർജന്റ് തിങ്കിങ്ങിനെ പറ്റിയും ഗിൽഫോർഡിന്റെ ക്രിയേറ്റിവിറ്റി തിയറിയിൽ പറയുന്നുണ്ട്. ആ രണ്ടും എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ പുറത്തേക്ക് നമ്മൾക്ക് അറിയാവുന്ന ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്ക് ചെയ്യാണ്. അതേസമയം കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഒരു പ്രോബ്ലത്തിന് ഒരു സിംഗിൾ സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. സോ ഹൗ മെനി യൂസസ് ഓഫ് എൻ ഇങ്ക് ക്യാൻ യു തിങ്ക് ഫോർ എ പേപ്പർ ക്ലിപ്പ്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് എന്തിനുള്ള ടെസ്റ്റാണ്? ഡൈവേർജന്റ് തിങ്കിങ്ങിനുള്ള ടെസ്റ്റാണ്. ഇത് ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചോദ്യമാണ് കേട്ടോ. സോ ഹൗ മെനി യൂസസ് ക്യാൻ യു തിങ്ക് ഫോർ എ പേപ്പർ ക്ലിപ്പ് എന്നുള്ള ഒരു ചോദ്യം ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ്? ഡൈവേർജന്റ് തിങ്കിങ് ടെസ്റ്റ് ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഇസ് എ ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് എന്ന് നമുക്ക് പറയാം. അടുത്തത് ടോറൻസ് ടെസ്റ്റ് ഫോർ ക്രിയേറ്റീവ് തിങ്കിങ് ആണ്, TTCT. TTCTയുടെ ഫുൾ ഫോം എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക, ടോറൻസ് ടെസ്റ്റ് ഫോർ ക്രിയേറ്റീവ് തിങ്കിങ്. അത് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലേ, ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഇലാബറേഷൻ, ഇതിനെയൊക്കെ ഒരാളിൽ എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് TTCT എന്ന് പറയുന്നത്. ഇനി ക്രിയേറ്റീവ് ടെസ്റ്റുകൾ ഏതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ചില ടെസ്റ്റുകൾ വന്നിട്ട് ഇതിൽ ക്രിയേറ്റീവ് ടെസ്റ്റ് അല്ലാത്ത ഏതെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ഗിൽഫോർഡ്സ് ഓൾട്ടർനേറ്റീവ് യൂസ് ടെസ്റ്റ്, റിമോട്ട് അസോസിയേറ്റ്സ് ടെസ്റ്റ്, വാൾഷ് ആൻഡ് കൂഗൻ ക്രിയേറ്റിവിറ്റി ടെസ്റ്റ്. ഇത് അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, വാൾഷ് ആൻഡ് കൂഗൻ. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും കാണും. സോ ഇത് നാലുമാണ് ക്രിയേറ്റിവിറ്റി ടെസ്റ്റുകൾ. അപ്പം ടെസ്റ്റുകൾ ഏതാന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ടെസ്റ്റുകൾ തന്നിട്ട് ഇതിലല്ലാത്ത ഏതെന്ന്. നൗ സ്റ്റെപ്സ് ഇൻ ക്രിയേറ്റിവിറ്റി ഏതൊക്കെയാണ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇത് തന്നിട്ട് എന്ത് ചെയ്യും, ജമ്പിൾഡ് ആയിട്ട് തരും. ദെൻ ആസ്ക് യു ടു സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് പറയാം. ആദ്യം നമ്മൾ കുട്ടി എന്ത് ചെയ്യുക, ക്രിയേറ്റീവ് തിങ്കിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഒരു പ്രോബ്ലം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ ഒരു ഐഡിയ കൊടുക്കുകയൊക്കെ ചെയ്യുക. സോ ദെൻ ആദ്യം ദർ ഇസ് പ്രിപ്പറേഷൻ, ദെൻ ദേ വിൽ തിങ്ക്, ഇൻക്യുബേഷൻ. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. First step is preparation, second step is incubation, and then there is illumination. കുട്ടിയിൽ ഐഡിയാസ് വന്നു തുടങ്ങും. That step is called as illumination. And then as the fourth step there is verification. ആ കുട്ടി ചെയ്ത വർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനലി വെരിഫൈ ചെയ്തെടുക്കുന്ന സ്റ്റെപ്പിനെയാണ് എന്ത്, വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ there are 4 steps: preparation, incubation, illumination and verification. Now we'll go into
സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറീസ്. അതിൽ ആദ്യത്തെ തന്നെ എറിക്സന്റെ തിയറിയാണ്, നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി 8 സ്റ്റേജസ് ആയിട്ട്, എൻറ്റയർ ലൈഫ് സ്പാനെ 8 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ട് ഓരോ സ്റ്റേജിലും സംഭവിക്കുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സോ ആദ്യം 0 to 1 years, അതായത് 1 മുതൽ ജനിക്കുന്നത് മുതൽ 1 വയസ്സ് വരെ നമുക്ക് ഉണ്ടാവാൻ പറ്റുന്ന 2 ക്രൈസിസ് ആണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. അതായത് നമ്മുടെ കെയർ ഗിവർ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, ആ ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ട്രസ്റ്റ് അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. അഥവാ നമുക്ക് മിസ്ട്രസ്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എന്തുണ്ടാവും, ഒരു ഡിസോർഡർ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇനി 1 to 3, ഇവിടെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യേണ്ടത് എന്താണ്, ട്രസ്റ്റ്. നമ്മൾ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മൾ എത്രത്തോളം ഗ്രിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളെ കെയർ ടേക്ക് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കെയർ തന്നില്ല എന്നുണ്ടെങ്കിൽ വി വിൽ ഗോയിങ് ടു മിസ്ട്രസ്റ്റ്, വിച്ച് വിൽ ബിക്കം എ നെഗറ്റീവ് ഔട്ട്കം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 1 to 3 ഇയേഴ്സിൽ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആണ്. അതായത് കുട്ടി ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ സമയത്ത് ദേ ഹാവ് ടു ബിക്കം ഓട്ടോണമസ് ഇൻ ദർ ടോയ്ലറ്റ് ട്രെയിനിങ് ആൻഡ് അതർ കാര്യങ്ങൾ. ഇപ്പൊ അങ്ങനെ സംഭവിക്കാനുള്ള ഒരു അവസരം കൊടുത്തില്ലെങ്കിൽ ദെൻ ദേ വിൽ ഫേസ് ഷെയിം, ദേ വിൽ ഡൗട്ട് ദെയർ ഓൺ എബിലിറ്റീസ്. 3 to 6 ഇയേഴ്സിലുള്ളതാണ് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. അവിടെ ഒരു കോൺഫിഡൻസ് എക്സ്പ്ലോറിംഗ് ആണ് സംഭവിക്കുന്നത്. നമ്മൾ അഥവാ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ അല്ലെങ്കിൽ കുട്ടികളെ കളിക്കാൻ വിടുമ്പോഴത്തേക്ക് അവർ അവരുടേതായ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് പലതും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ റീൻഫോഴ്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്തില്ല അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാണെന്നൊക്കെ അവരോട് പറയുകയാണെങ്കിൽ അവർക്കൊരു ഗിൽറ്റ് ഫോം ചെയ്യുകയും ഒരു ഫിയർ ഓഫ് ടേക്കിംഗ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാവുകയും ചെയ്യും. 6 to 12 ഇയേഴ്സിൽ ദേ ഹാവ് ടു ബി ഇൻഡസ്ട്രി ഓർ ഇൻഫീരിയോറിറ്റി. അതായത് 6 മുതൽ 12 വയസ്സിൽ അവരവരുടെ കേപ്പബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് ദേ ഹാവ് ടു ബി ഇൻഡസ്ട്രിയസ്, അതായത് വളരെയധികം കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറുക. പഠിത്തത്തിലായാലും ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലറിലായാലും അവരെ എന്ത് ചെയ്യുക, അപ്ലിഫ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരൊരു ഇൻഫീരിയർ പേഴ്സൺ ആയിട്ട് മാറും. ആൻഡ് ദേ വിൽ ഫീൽ എ ഫീലിംഗ് ഓഫ് ഫെയിലിയർ. 12 മുതൽ 18 വയസ്സ് വരെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 5ാമത്തെ സ്റ്റേജ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. 12 to 18 ഇയേഴ്സ് ദേ ആർ ഇൻ ദ ടീനേജ് ആൻഡ് ദ മേജർ ക്രൈസിസ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇസ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. നമുക്ക് റോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്, നമ്മുടെ ടീനേജിലാണ്. നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഐഡന്റിറ്റി ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. സോ ഐഡന്റിറ്റിയുടെ സമയത്ത് നമ്മളൊരു സ്ട്രോങ് ഐഡന്റിറ്റി കുട്ടിക്ക് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പാരന്റ്സും സൊസൈറ്റി എല്ലാവരും ഫോക്കസ് ചെയ്യണം. അഥവാ ഒരു നല്ല ഐഡന്റിറ്റി ഉണ്ടാക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ സ്വന്തം ഐഡന്റിറ്റി എന്താണെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും പിന്നെ അങ്ങോട്ട് കുട്ടി പോകുന്നത്. 18 to 40 ഇയേഴ്സ് നമ്മൾ ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഇറ്റ് ഇസ് ടൈം ടു ഫൈൻഡ് അവർ റിലേഷൻഷിപ്സ്. ഇഫ് വി കനോട്ട് ഫൈൻഡ് എ ഗുഡ് റിലേഷൻഷിപ്പ് ഫോർ അവർ സെൽസ് വി വിൽ ബിക്കം എൻ ഐസൊലന്റ് ആൻഡ് ദെൻ ദർ ഇസ് ഓൾവേസ് ലോൺലിനെസ് ഇൻ അവർ ലൈഫ്. അല്ല, നമുക്ക് ഒരാളുമായിട്ട് നല്ല പാർട്ട്ണർഷിപ്പ് ഉണ്ടാകാൻ സാധിക്കുകയാണെങ്കിൽ ദർ വിൽ ബി ഡീപ്പ് റിലേഷൻസ് ആൻഡ് വിൽ ബി സക്സസ്ഫുൾ ഇൻ ദാറ്റ് സ്റ്റേജ്. 40 to 65 ഇയേഴ്സ് നമ്മൾ ജനറേറ്റിവിറ്റി അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന പീരീഡാണ്. അതായത് നമ്മൾ ജോബിലായാലും എന്തിലായാലും ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂഷൻസ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റാഗ്നേഷൻ സംഭവിക്കുകയും നമ്മൾ എന്ത് ചെയ്യും, സെൽഫ് അബ്സോർബ്ഡ് ആവുകയും ചെയ്യും. അതായത് നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, നമ്മൾ നമുക്ക് വേണ്ടി തന്നെ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ്. Now at 65 years there is integrity versus despair. നമ്മൾ ഏകദേശം ടു ദി എൻഡ് ഓഫ് അവർ ലൈഫ് ആകുമ്പോൾ വി ലുക്ക് ബാക്ക് ഇൻ ടു അവർ ലൈഫ്. നമ്മൾ എന്താണ് ജീവിതത്തിൽ ചെയ്തത്, നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തോ, നമ്മൾ സൊസൈറ്റിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തോ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് ബാക്കി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയവും ഡൗട്ടും ഒക്കെ വരുന്ന സമയമാണ് ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. വേർ ഇഫ് യു ഹാവ് ആക്ച്വലി ഈ പറയുന്ന എല്ലാ സ്റ്റെപ്പുകളും കൃത്യമായിട്ട് നമുക്ക് ആദ്യത്തെ പോസിറ്റീവ് ഔട്ട്കം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ ഒരു ഇന്റഗ്രിറ്റി ആയിരിക്കും ഫീൽ ചെയ്യുന്ന, ഐ ഹാവ് ലിവ്ഡ് മൈ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു 2-3 സ്റ്റേജുകളിൽ നെഗറ്റീവ് ഔട്ട്കമ്മിലോട്ടാണ് പോയതെങ്കിൽ വി വിൽ ഫീൽ എ ഡിസ്പെയർ, ഒരു റിഗ്രറ്റും ഡിസാറ്റിസ്ഫാക്ഷനും അബൌട്ട് ലൈഫ് വി വിൽ ഫീൽ ആഫ്റ്റർ അവർ 65 ഇയേഴ്സ് ഓഫ് ഏജ്. ഇനി നമുക്ക് പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയാണ് പഠിക്കാനുള്ളത്. ഇത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ഇൻ സ്റ്റേജസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തന്റെ സ്വന്തം കുട്ടിയെ എന്ത് ചെയ്തു, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡിക്ക് വിധേയമാക്കി. കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഒരു 12 വയസ്സോളം വരെ
ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡിക്ക് വിധേയമാക്കിയിട്ട് ആ കുട്ടിയുടെ ജീവിതകാലത്തുണ്ടായ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിനെയാണ് അദ്ദേഹം കോഗ്നേറ്റീവ് ഈ പിയാഷയുടെ തിയറി തന്നെ ആ കുട്ടിയെ സ്വന്തം കുഞ്ഞിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. സോ കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്കീമ ആർ സ്മോളസ്റ്റ് മെന്റൽ യൂണിറ്റ്സ്. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു നോളജ് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ അതൊരു സ്കീമായിട്ടാണ് നമ്മുടെ തലച്ചോറിൽ എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൽ 2 പ്രോസസ്സുകൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഇസ് അസിമുലേഷൻ, വേർ യു ആർ ഇന്റഗ്രേറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു എക്സിസ്റ്റിംഗ് സ്കീമ. ഫോർ എക്സാമ്പിൾ, റെഡ് എന്ന കളർ അറിയാവുന്ന ഒരു കുട്ടി ആദ്യമായിട്ട് പിങ്ക് കാണുമ്പോൾ അത് റെഡ് ആണെന്നാണ് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. എന്നിട്ട് പതുക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതിനെ എക്സിസ്റ്റിംഗ് നോളജിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ദെൻ ദർ ഇസ് ഇക്വിലിബ്രേഷൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബാലൻസ് ഇഷ്ടമുള്ള ആൾക്കാരാണ്. പുതിയ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസിക്വിലിബ്രേറ്റഡ് ആവും. ദെൻ യു ഹാവ് ടു അക്കോമഡേറ്റ് യുവർ ന്യൂ സ്കീമ. നമ്മൾ നേരത്തെ റെഡിന്റെ കൂടെ വരുന്ന ഒരു കളറാണ് റോസ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്കീമയിലോട്ട് മോഡിഫൈ ചെയ്ത് ചേർക്കുമ്പോഴാണ് യു സേ യു ഹാവ് അച്ചീവ്ഡ് അക്കോമഡേഷൻ. ആൻഡ് എക്സ്പ്ലെയിൻ ദിസ് ഇസ് ഹൗ 4 സ്റ്റേജിലൂടെയാണ് കുട്ടികൾ തിങ്കിങ് ചെയ്യുന്നതെന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അതിനു മുമ്പ് നമുക്ക് ഈ ഫ്ലോ ചാർട്ട് നോക്കാം. സോ ഫസ്റ്റ് യു ഗെറ്റ് എ ന്യൂ എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള നോളജിനേക്കാളും കൂടുതൽ നോളജ് ഉണ്ട് എന്ന്. അപ്പൊ നിങ്ങളൊരു ഇക്വിലിബ്രേറ്റഡ് സ്റ്റേറ്റിലാണെങ്കിലും ഈ ന്യൂ സിറ്റുവേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഡിസിക്വിലിബ്രേറ്റഡ് ആവും. യു വിൽ ബി ഡിസിക്വിലിബ്രേറ്റഡ്. ദെൻ യു മോഡിഫൈ യുവർ ന്യൂ സ്കീമ. ഇപ്പം റോസ് എന്നൊരു കളറിനെ പറ്റി നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നു. ആൻഡ് യു അക്കോമഡേറ്റഡ്, യു മോഡിഫൈ ദി സ്കീമ ആൻഡ് ദിസ് പ്രോസസ് കീപ്സ് ഓൺ ഹാപ്പനിങ്. നൗ നമുക്ക് സ്റ്റേജസിൽ 4 സ്റ്റേജുകളാണ് ഉള്ളത്. ആദ്യത്തെ സ്റ്റേജ് 0 to 2 years. അവിടെ നമുക്ക് സെൻസറി മോട്ടോർ സ്റ്റേജ്, അതായത് കുട്ടി കാര്യങ്ങള് സെൻസസ് യൂസ് ചെയ്താണ് പഠിക്കുന്നത്. അവിടെ നമുക്ക് മേജർ ആയിട്ടുള്ള 2 ഫീച്ചറുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഒബ്ജക്ട് പെർമനൻസ്, 2 സെൻസറി എക്സ്പ്ലോറേഷൻ. സെൻസറി എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കൈ കാല് നമ്മുടെ സെൻസസ് എല്ലാം വെച്ചിട്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, നോളജ് ആദ്യമായിട്ട് ഗെയിൻ ചെയ്യുന്നത്. ദെൻ ദർ ഇസ് ഒബ്ജക്ട് പെർമനൻസ്, അതായത് കുട്ടി ഒരു കളിപ്പാട്ടം കാണിക്കുന്നു എന്നിട്ട് പെട്ടെന്ന് അത് ഒളിപ്പിച്ചു വെച്ചാലും കുട്ടിക്ക് മനസ്സിലാവും, കുട്ടിയുടെ ഐസൈറ്റിൽ നിന്ന് അത് പോയെങ്കിലും ഇറ്റ് ഇസ് ദെയർ സംവെയർ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കുട്ടിക്ക് വരുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. ദെൻ ദർ ഇസ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 yearsനകത്താണ്. അവിടെ വരുന്ന മേജർ കാര്യങ്ങളാണ് ഈഗോസെൻട്രിസം, സിംബോളിക് പ്ലേ ആൻഡ് ലാക്ക് ഓഫ് കൺസർവേഷൻ. എന്താണ് ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് എന്നുള്ളൊരു തോട്ടാണ് ഈഗോസെൻട്രിസം. അതുപോലെ സിംബോളിക് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാവയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുട്ടി അതിന് ജീവനുള്ളതുപോലെ അതിനോട് സംസാരിക്കുകയും അതിൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുന്നതിനാണ് സിംബോളിക് പ്ലേ എന്ന് പറയുന്നത്. ദെൻ ദേഴ്സ് ലാക്ക് ഓഫ് കൺസർവേഷൻ, അതായത് ഇപ്പം നമ്മളൊരു കുഞ്ഞ് പാത്രം, കാണാൻ കുഞ്ഞു പാത്രമാണ് പക്ഷെ അതിനകത്ത് ഒരുപാട് വോളിയം ഉണ്ട്. അതേസമയം വലിയൊരു പാത്രം പക്ഷെ അതിനകത്ത് വോളിയം ഇല്ലെങ്കിലും വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അല്ലേ അതിൽ ഡിഫറൻസ് വരും. പക്ഷെ കുട്ടി വിചാരിക്കുന്നത് ഇതിന്റെ ഹ്യൂജ്നെസ് കാരണം അല്ലെങ്കിൽ വലിപ്പം കാരണം മറ്റേതിലായിരിക്കും കൂടുതൽ വെള്ളം കൊള്ളുന്നത് എന്നുള്ളൊരു തോട്ട് കുട്ടിക്ക് ഉണ്ടാവും. അതിനെയാണ് ലാക്ക് ഓഫ് കൺസർവേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് ആ കൺസർവേഷൻ പ്രിൻസിപ്പൾ മനസ്സിലാവും. വോളിയം എന്താണ് അല്ലെങ്കിൽ മാസ് എന്താണെന്നുള്ള ഒരു കൺസെപ്റ്റ് കുട്ടിക്ക് മനസ്സിലാവുകയും കുട്ടി സ്റ്റാർട്ട്സ് ടു അച്ചീവ് ലോജിക്കൽ തിങ്കിങ്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇസ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവിടെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് തിങ്കിങ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് പഠിക്കാൻ സാധിക്കുന്നു. ഈ 4 സ്റ്റേജിലൂടെ പിയാഷെ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ആസ് എ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് വേണം കുട്ടിയെ പഠിപ്പിക്കാൻ. അല്ലാതെ നമ്മൾ 2 മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് പോയി അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു തോട്ട് പറഞ്ഞു കൊടുത്താൽ കുട്ടിക്ക് മനസ്സിലാവില്ല എന്നാണ് പിയാഷെ പറയുന്നത്. പക്ഷെ ഇപ്പോഴുള്ള ഒരുപാട് തിയറീസ് പറയുന്നത് ഈ സ്റ്റേജ് തിയറി അതിന്റെ കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. ബിക്കോസ് ഇപ്പോഴുള്ള കുട്ടികളെ നോക്കിയാൽ തന്നെ നമുക്കറിയാം അവര് വളരെ പെട്ടെന്നാണ് ഈ സ്റ്റേജസ് ഒക്കെ, ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ തന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എക്സിബിറ്റ് ചെയ്യുന്ന കുട്ടികളെ നമുക്ക് ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത തിയറിയിലോട്ട് പോകാം. നമുക്കിനി ലെവ് വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറി എന്താന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇസ് ഡീപ്ലി ഇൻഫ്ലുവൻസ് ബൈ സോഷ്യൽ ഇന്ററാക്ഷൻ. അതായത് നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ്, നമ്മുടെ കുട്ടികൾ ആരൊക്കെ ആയിട്ടാണോ ഇടപഴകുന്നത് ആ എൻവയോൺമെന്റിനെ ബേസ് ചെയ്താണ് അവരുടെ cognitive development. It can be parents, peers as well as നമ്മുടെ സൊസൈറ്റി ആസ് എ ഹോൾ. അതുപോലെ എംഫസൈസ് ദ റോൾ ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ഇൻ ലേണിംഗ്. ഇപ്പം നമ്മൾ തന്നെ ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഗ്രൂപ്പായിട്ട് അവരെ തിരിച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലേ. പരസ്പരം ഡിസ്കസ് ചെയ്യാനും
ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ പ്രേരിപ്പിക്കുന്നു. അതെന്തിന്റെ ബേസിസിലാണ്? ഈ സോഷ്യോ കൾച്ചറൽ തിയറിയുടെ ബേസിസിലാണ്. കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് ഒരാൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ നിൽക്കുമ്പോൾ അയാളെ നമ്മൾ പറയുന്നത് ഹി ഓർ ഷീസ് ഇൻ ദെയർ കംഫർട്ട് സോൺ എന്നാണ്. അതേസമയം ഒരടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ദർ ആർ തിങ്സ് ദറ്റ് ദേ ക്യാൻ ഡു വിത്ത് ദി ഹെൽപ്പ് ഓഫ് അനദർ പേഴ്സൺ. കുറച്ചുകൂടി നോളജബിൾ, മോർ നോളജബിൾ അതർ, അത് വയസ്സുകൊണ്ട് മൂത്തതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളായിരിക്കാം. അവരുടെ ഹെൽപ്പോട് കൂടി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ദാറ്റ് സോൺ ഇസ് കോൾഡ് ആസ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ആൻഡ് ബിയോണ്ട് ദാറ്റ് പോയിന്റ് ദർ ഇസ് എ പ്ലേസ് വെർ യു കനോട്ട് ഡു തിങ്സ് ഈവൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് അതേഴ്സ്. ആ സോണിനെ വിളിക്കുന്ന പേരാണ് ഫ്രസ്ട്രേഷൻ സോൺ. സോ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ലാംഗ്വേജും തോട്ടിനെയും തമ്മിലുള്ള ഒരു ബന്ധം. അതായത് ലാംഗ്വേജ് ആണ് നമ്മുടെ തോട്ടിനെ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം ലാംഗ്വേജിലാണല്ലേ പലപ്പോഴും നമ്മൾ മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. ആൻഡ് വേർ ഡസ് ദിസ് ലാംഗ്വേജ് കം ഫ്രം? ഇറ്റ് കംസ് ഫ്രം ദ സൊസൈറ്റി. സോ ഇൻഡയറക്ട്ലി സൊസൈറ്റി ഇസ് എന്താണ് റെസ്പോൺസിബിൾ ഫോർ ആർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നാണ് ലെവ് വൈഗോട്സ്കി പറഞ്ഞു വെക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ലാംഗ്വേജ് സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജിൽ നമുക്ക് അതിനെ കുറേ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഫോണീംസ്, വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് സൗണ്ട് ഓഫ് യൂണിറ്റ്സ്. ഇപ്പൊ ബാറ്റ് എന്നുള്ളതിൽ ബ എന്നുള്ള ആ ഒരു സൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോണീംസ് എന്ന് പറയുന്നത്. അടുത്തത് മോർഫീംസ്. ദീസ് ആർ ദ സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ്സ് ഇൻ എ വേർഡ്. ഫോർ എക്സാമ്പിൾ അൺഡൂയിൽ അൺ എന്നുള്ളത് ഒരു മോർഫീം ആണ്, വിച്ച് മീൻസ് അൺ എന്നുള്ളത് എന്താണ്, നോട്ട് എന്നുള്ളൊരു മീനിങ് കൊണ്ടുവരുന്ന ഒരു ചെറിയ മീനിങ് ഫുൾ വേർഡ് ആണ്, അല്ലെ, യൂണിറ്റ് ആണ്. അതിനെയാണ് മോർഫീം എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് സിൻടാക്സ്, വിച്ച് ഇസ് റൂൾ ഫോർ സെന്റൻസ് സ്ട്രക്ചർ. നമുക്കറിയാം സെന്റൻസ് സ്ട്രക്ചർ SVO SOV എന്നൊക്കെ പറഞ്ഞ സെന്റൻസ് സ്ട്രക്ചർ ഉണ്ട്. സബ്ജക്ട് വേർബ് ഒബ്ജക്ട് സബ്ജക്ട് ഒബ്ജക്ട് വേർബ് അങ്ങനെയുള്ള ചില റൂൾസ് എന്തുണ്ട് ഓരോ ലാംഗ്വേജിലും ഉണ്ട്. അതിനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് സെമാൻറ്റിക്സ്, വിച്ച് മീൻസ് മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് സെന്റൻസസ്. ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിന് പല മീൻസ് മീനിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ സോ എ മാൻ വിത്ത് എന്താണ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിന് പല മീനിങ് ഉണ്ട്. അതായത് ഞാൻ ടെലസ്കോപ്പ് വെച്ച് ആളെ കണ്ടു എന്നുള്ളതുകൊണ്ട് ഞാൻ കണ്ട ആൾ ഒരു ടെലസ്കോപ്പ് കൂടെ നോക്കുമായിരുന്നു എന്നുള്ള മീനിങ്ങും ഉണ്ട്. അപ്പൊ അതിനെയാണ് സെമാൻറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ദെൻ ദർ ഇസ് പ്രാഗ്മാറ്റിക്സ്, വിച്ച് ഇസ് ദ സോഷ്യൽ യൂസ് ഓഫ് ലാംഗ്വേജ്. നമ്മൾ പലപ്പോഴും ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ അതിലെ എക്സ്പ്രഷൻസും ടോണും ഗെസ്റ്ററും ഒക്കെയാണ് അതിന്റെ മീനിങ് കൺവേ ചെയ്യുന്നത്. അതിനെയാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ലാംഗ്വേജ് ഡെവലപ്മെന്റ് തിയറീസ് മേജർലി 3 തിയറീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ബിഹേവിയറിസ്റ്റ് തിയറി ബൈ സ്കിന്നർ. അദ്ദേഹം പറഞ്ഞത് ലാംഗ്വേജ് ഇസ് ലേൺ ത്രൂ റീഇൻഫോഴ്സ്മെന്റ്. അതിനേക്കാളും ഉപരി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ലാംഗ്വേജ് ഇസ് ലേൺ ത്രൂ ഇമിറ്റേഷൻ എന്നാണ് സ്കിന്നർ പറഞ്ഞത്. ടൈപ്പ് ചെയ്തപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ആയിരുന്നു. ലാംഗ്വേജ് ഇസ് ലേൺ ത്രൂ ഇമിറ്റേഷൻ. ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്താണ് കുട്ടികൾ ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്ന വാക്കുകളാണ് കുട്ടി ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്നത്, അല്ലെ? അത് കണ്ടിട്ടാണ് സ്കിന്നർ പറഞ്ഞത് ബിഹേവിയറിസ്റ്റ് തിയറിയിൽ ലാംഗ്വേജ് ഇസ് ലേൺ ത്രൂ ഇമിറ്റേഷൻ. റീഇൻഫോഴ്സ്മെന്റ് അല്ല, ഇമിറ്റേഷൻ ആണ് കേട്ടോ. ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. ദെൻ ദർ ഇസ് നേറ്റിവിസ്റ്റ് തിയറി, വിച്ച് ഇസ് പുട്ട് ഫോർവേഡ് ബൈ നോം ചോംസ്കി. അദ്ദേഹം പറഞ്ഞു ലാംഗ്വേജ് ഇസ് ഇന്നേറ്റ്. അതായത് നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് ഏതൊരു ലാംഗ്വേജ് കേട്ടാലും അതിനകത്ത് ഗ്രാമർ മനസ്സിലാക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് എബിലിറ്റി നമ്മുടെ മൈൻഡിനുണ്ട്. ആൻഡ് ഹി നെയിംഡ് ഇറ്റ് ആസ് യൂണിവേഴ്സൽ ഗ്രാമർ. ആ യൂണിവേഴ്സൽ ഗ്രാമർ മനസ്സിലാക്കാനും ഏതൊരു ലാംഗ്വേജിന്റെ ഗ്രാമർ മനസ്സിലാക്കി അതിൽ നിന്ന് ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കുന്ന ആ ഒരു യൂണിറ്റിനെ അദ്ദേഹം നമ്മുടെ മൈൻഡിലുണ്ട് എന്ന് പറഞ്ഞു. അതിനെയാണ് LAD, ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. ദിസ് ഹെൽപ്സ് ചിൽഡ്രൻ ലേൺ ഗ്രാമർ നാച്ചുറലി. ഇപ്പൊ നമ്മൾ കേരളത്തിൽ ജനിച്ച ഒരു കുട്ടീനെ വളരെ ചെറുപ്പത്തിൽ ജർമ്മനി കൊണ്ടിട്ടാലും അവിടുത്തെ ഭാഷ എന്ത് ചെയ്യും, പെട്ടെന്ന് കുട്ടി പിടിച്ചെടുക്കും. ബിക്കോസ് ദി കിഡ് ഹാസ് എ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് വിത്തിൻ ഇറ്റ്സ് ബ്രെയിൻ ദാറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് യൂണിവേഴ്സൽ ഗ്രാമേഴ്സ്. പല സ്ട്രക്ചർ ഓഫ് ഗ്രാമറിനെ മനസ്സിലാക്കാനുള്ള ഒരു ഇന്നേറ്റ് ടെൻഡൻസി കുട്ടിയിലുണ്ട് എന്നാണ് നേറ്റിവിസ്റ്റ് തിയറിയിൽ ചോംസ്കി പറഞ്ഞു. ദെൻ ദർ ഇസ് ഇന്ററാക്ഷനിസ്റ്റ് തിയറി, ദാറ്റ് ഇസ് വൈഗോട്സ്കി പറഞ്ഞു, ബ്രൂണറും ഒക്കെയാണ് പറഞ്ഞത്. ലാംഗ്വേജ് ഡെവലപ്സ് ത്രൂ ഇന്ററാക്ഷൻ ആൻഡ് സോഷ്യൽ എക്സ്പീരിയൻസ്. കുട്ടി ബാക്കിയുള്ളവരുടെ കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, സൊസൈറ്റിയിലെ ലാംഗ്വേജ് കുട്ടി ക്യാപ്ചർ ചെയ്യുകയും ആ ക്യാപ്ചറിങ്ങിലൂടെ സോഷ്യൽ എക്സ്പീരിയൻസിലൂടെയും ഇന്ററാക്ഷനിലൂടെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ആര് പറഞ്ഞത്, ഇന്ററാക്ഷനിസ്റ്റ് തിയറി, അതായത് വൈഗോട്സ്കി പറഞ്ഞു വെക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളും കൂടെ മനസ്സിലാലോചിക്കുക. ലാംഗ്വേജിലൂടെയാണ് തോട്ട് ഉണ്ടാവുന്നത്. ലാംഗ്വേജ് എവിടെ നിന്നാണ് വരുന്നത്, സൊസൈറ്റി എന്നാണ്. സോ സൊസൈറ്റി ഈസ് ആക്ച്വലി ഡ്രൈവിങ് യുവർ തോട്ട്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതും വൈഗോട്സ്കിയാണ്.
അടുത്ത സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. നമ്മളൊരു 6 മാസം മുതൽ ജനിക്കുമ്പോൾ മുതൽ 6 മാസം വരെ സൗണ്ട്സ് ലൈക്ക് ഊ ആ അങ്ങനെയുള്ള മീനിങ്ലെസ് സൗണ്ട്സ് കുട്ടി ഉണ്ടാക്കുന്നതിന്റെ പ്രോസസ്സിന്റെ പേരാണ് കൂയിങ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ബാബ്ലിംഗ്. 4 മുതൽ 10 മാസം വരെ കുട്ടി എന്ത് ചെയ്യും, കുട്ടി കുട്ടി സിലബിൾസ് പറയും, ബാബ് എന്നൊക്കെ പറയും. അതിനെയാണ് റിപ്പീറ്റഡ് സിലബിൾസിനെയാണ് ബാബ്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു 1 വേർഡ് സ്റ്റേജ് ആണ് 12 മുതൽ 18 മാസം വരെ. അതായത് എനിക്കിപ്പം വെള്ളം വേണം എന്നുള്ളതിന് കുട്ടി ചിലപ്പോൾ വെള്ളം എന്ന് മാത്രം ഒരൊറ്റ വാക്കിൽ ഹോൾ മീനിങ് കൺവേ ചെയ്യുന്നതിനാണ് 1 വേർഡ് സ്റ്റേജ്. 12 to 18 months ആണ് അത് വരുന്നത്. പിന്നെ ദർ ഇസ് 2 വേർഡ് സ്റ്റേജ്. അതായത് ഇപ്പൊ ചെറിയ ഫ്രേസസ് ഒക്കെ പറയും, വെള്ളം താ, വോണ്ട് കുക്കി, അങ്ങനെയൊക്കെ പറയുന്നതിനാണ് 2 വേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ദിസ് ടെലിഗ്രാഫിക് സ്പീച്ച്. 2 വയസ്സിന് മുകളിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കുട്ടി എന്ത് ചെയ്യും, ഉണ്ടാക്കാൻ തുടങ്ങും. നൗ വി കം ടു മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ്. നമുക്കറിയാം നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മെമ്മറൈസിംഗ് എന്ന് പറയുന്നത്. സെൻസറി മെമ്മറി ഉണ്ട്, വേർ ബ്രീഫ് സ്റ്റോറേജ് ഓഫ് സെൻസറി ഇൻഫർമേഷൻ. അതായത് നമുക്ക് നമ്മുടെ കൈയും കാലും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്താണോ സെൻസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറിയാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. അത് വളരെ ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. ഇപ്പൊ ഇന്ന് രാവിലെ തൊട്ട ഒരു കാര്യത്തിന്റെ ടെക്സ്ചർ എനിക്ക് വൈകിട്ട് വരെ ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നമുക്ക് പിന്നെ അതൊന്ന് തൊടുമ്പോൾ ഇത് അതുപോലെ ആയിരുന്നു എന്നുള്ളത് ഓർത്തെടുക്കാൻ സാധിക്കുമെങ്കിലും പെട്ടെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ദർ ഇസ് സെൻസറി മെമ്മറി ആൻഡ് ദർ ഇസ് ഷോർട്ട് ടേം മെമ്മറി വിച്ച് ഹോൾഡ്സ് 5 to 9 items ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ഓർ മിനിറ്റ്സ്. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ക്ലാസ്സിൽ പഠിച്ചത് ചില കാര്യങ്ങൾ. പിന്നെ ഫോൺ നമ്പർ ഒക്കെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഓർത്ത് വെക്കാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പോയി എന്ത് ചെയ്യണം, എഴുതിയിടണം. ചിലര് പെട്ടെന്ന് നമ്പർ ഇങ്ങനെ 10-20 പ്രാവശ്യം പറഞ്ഞിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും പോയി ഓടി എഴുതിയിടുന്നുണ്ടല്ലേ, ദാറ്റ് ഇസ് ഷോർട്ട് ടേം മെമ്മറി. 5 to 9 items ആണ് നമുക്ക് ഫ്യൂ സെക്കൻഡ്സ് ഓർ മിനിറ്റ്സിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ദർ ഇസ് ലോങ് ടേം മെമ്മറി വിച്ച് ഇസ് എ പെർമനന്റ് സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ. നമ്മുടെ പേര്, നമ്മുടെ വീട്, നമ്മുടെ നാട്, നമുക്ക് എന്താണ് ഇഷ്ടം എന്നൊക്കെ ഉള്ളത് നമ്മൾ ലോങ് ടേം മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് ലോങ് ടേം മെമ്മറി നമുക്ക് നോക്കണം. എക്സ്പ്ലിസിറ്റ് മെമ്മറി ഓർ ഡെക്ലറേറ്റീവ് മെമ്മറി. കോൺഷ്യസ് റീകോൾ ആണ് അവിടെ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ എപ്പിസോഡിക് മെമ്മറി, നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ മെമ്മറീസ് അല്ലെങ്കിൽ നമ്മൾ പണ്ട് ടൂർ പോയ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, എപ്പിസോഡിക് മെമ്മറിയിലാണ്. ദെൻ ദർ ഇസ് സെമാൻറ്റിക് മെമ്മറി, നമ്മുടെ ജനറൽ നോളജ് കാര്യങ്ങൾ. ഇപ്പം കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം എന്നൊക്കെ ഉള്ളത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഏത് സൈറ്റ് ഓഫ് എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലാണ്, സെമാൻറ്റിക് മെമ്മറിയിലാണ്. Then there is implicit memory or non-declarative memory, which is unconscious recall. നമ്മൾ വേണോന്ന് വെച്ച് റീകോൾ ചെയ്യുന്നതിനാണ് കോൺഷ്യസ് റീകോൾ. അത് നമ്മൾ എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലാണ് ചെയ്യുന്നത്. ഇനി അൺകോൺഷ്യസ് റീകോൾ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആരെങ്കിലും നമ്മുടെ ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് ബൈക്കും കൊണ്ട് ഇടിക്കാൻ വരികയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഒരു റിഫ്ലക്സ് ആണ് ഇങ്ങനെ എന്ത് ചെയ്യുക, കുതറി മാറുക എന്നുള്ളത്. അതുപോലെ ഈച്ച നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കണ്ണിൽ ഇങ്ങനെ പെട്ടെന്ന് കണ്ണടയ്ക്കുന്നതൊക്കെ ഒരു അൺകോൺഷ്യസ് റീകോൾ ആണ്. നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു, തനിയെ ഇൻവോളണ്ടറി ആയിട്ട് ചെയ്യുന്നതാണ്. അതിനെയാണ് പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കാർ ഓട്ടിക്കുമ്പോൾ തന്നെ ആദ്യമൊക്കെ നമ്മൾ വളരെ ആലോചിച്ചൊക്കെ ആയിരിക്കും കാർ ഓട്ടിക്കുന്നത്. നമ്മൾ വൺസ് വി ബിക്കം ആൻ എക്സ്പേർട്ട്, നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയ പോലും ഇല്ല നമ്മുടെ ബോഡി സ്കില്ല് അക്വയർ ചെയ്തിട്ട് എന്താണ് നമ്മളൊന്നും അറിയില്ല. നമ്മൾ വേറെ പല കാര്യങ്ങൾ സംസാരിക്കുകയോ ആലോചിക്കുകയൊക്കെ ആയിരിക്കും. ബട്ട് അവർ പ്രൊസീജിയറൽ മെമ്മറി ഈസ് വർക്കിംഗ് വേർ അവർ ബോഡി ഈസ് ആക്ച്വലി ഇൻവോളണ്ടറിലി ഡ്രൈവ്. നമുക്ക് ഫോർഗെറ്റിംഗ് തിയറീസും കൂടെ നോക്കണം. ആദ്യം തന്നെ ഡീകേ തിയറി, അതായത് മെമ്മറി ഫേഡ്സ് ഓവർ ടൈം ഇഫ് നോട്ട് യൂസ്. നമ്മൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓവർ ടൈം മെമ്മറി ഫേഡ് ചെയ്യും. അപ്പൊ ആസ് ടീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ക്ലാസ്സിൽ കൊടുക്കേണ്ടതുണ്ട്. ദെൻ ദർ ഇസ് ഇന്റർഫറൻസ് തിയറി. അവിടെ 2 തിയറികളാണ് ഉള്ളത്, പ്രോ ആക്റ്റീവ് ഇന്റർഫറൻസ് ആൻഡ് റെട്രോ ആക്റ്റീവ് ഇന്റർഫറൻസ്. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു വാക്ക് പഠിച്ചു, റാബിറ്റ്. പക്ഷെ പണ്ട് ഞാൻ ഒരു വാക്ക് പഠിച്ചിരുന്നു, ഹാബിറ്റ്, HABIT, ഹാബിറ്റ്. അപ്പം ഇപ്പൊ റാബിറ്റ് സ്പെല്ല് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ എന്റെ പഴയ പഠിച്ച കാര്യം ഇന്റർഫിയർ ചെയ്യാണ്. സോ ഐ എം ഗോയിങ് ടു സ്പെൽ റാബിറ്റ് ആസ് RABIT. ദെൻ ഇറ്റ് ഇസ് കോൾഡ് ആസ് പ്രോ ആക്റ്റീവ് ഇന്റർഫറൻസ്. ദെൻ ദർ ഇസ് റെട്രോ ആക്റ്റീവ് ഇന്റർഫറൻസ്. അതായത് ഞാൻ പുതിയ പഠിച്ച കാര്യം എന്റെ പഴയ പഠിച്ച കാര്യത്തിന് എന്ത് ചെയ്യുന്നു, ഓൾട്ടർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ പണ്ട് പഠിച്ച കാര്യമാണ് ഹാബിറ്റ്, ഞാൻ മറന്നുപോയി, ഞാൻ ഇപ്പൊ അത് ഓർക്കുന്നില്ല. ബട്ട് ഞാൻ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ റാബിറ്റ്, RABBIT എന്ന്. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, ഓക്കെ നീ പണ്ട് പഠിച്ചല്ലേ ഹാബിറ്റ്, ഒന്ന് സ്പെല്ല് ചെയ്തേന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് HABBIT എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി എ റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. ഇത് രണ്ടും എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, അവരുടെ ഫേവറേറ്റ് ഏരിയ ആണ്, അപ്പൊ ഓർത്തിരിക്കുക.
ദെൻ ദർ ഇസ് റിട്രീവൽ ഫെയിലിയർ അല്ലേ. നമ്മൾ എവിടെയെങ്കിലും നമുക്ക് പലപ്പോഴും എക്സാമുകൾക്ക് പറ്റുന്നതാണ്, നമ്മളെല്ലാം പഠിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എവിടെയാണ് നമ്മുടെ മൈൻഡിൽ ഏത് ഭാഗത്താണ് ഇത് ഇരിക്കുന്നതെന്ന് ഒരു പിടിയും കാണൂല. നമ്മൾ എത്ര ആലോചിച്ചിട്ട് എക്സാമിന് എഴുതാൻ ആ പോയിന്റ് കിട്ടാതിരിക്കാൻ. അപ്പൊ നമ്മുടെ മൈൻഡിലുണ്ട്, പക്ഷെ നമുക്ക് പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ അത് എവിടെയാണ് എന്നുള്ളത് ഒരു സംശയമായിരിക്കും. അവസാനം നമ്മളെല്ലാം പേപ്പറെല്ലാം കെട്ടി കൊടുത്തു കഴിയുമ്പോഴായിരിക്കും ആൻസർ ഓർമ്മ വരുന്നത്. സോ ദെൻ ദർ ഇസ് റിപ്രഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രോയിഡ് ആണ് റിപ്രഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മുമ്പോട്ട് വയ്ക്കുന്നത്. അതായത് നമ്മുടെ അൺവാണ്ടഡ് മെമ്മറീസ്, നമുക്ക് പെയിൻ വരുന്ന മെമ്മറീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അൺകോൺഷ്യസിലേക്ക് സബ്മേർജ് ചെയ്ത് വെക്കും. നമ്മൾ പുറത്തു വരാൻ അതിനെ എന്ത് ചെയ്യില്ല, അനുവദിക്കില്ല. നൗ നമ്മൾ പോകുന്നത് വളരെ ജനറൽ ഒരു ടോപ്പിക്കാണ്, അഡോളസെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ +1 +2 കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റ് എക്സാം എഴുതുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കടന്നു പോവാം. കോഗ്നിറ്റീവ് ആസ്പെക്ട് ഓഫ് അഡോളസൻസ് പീരീഡിൽ കുട്ടിക്ക് ആബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലെക്ചർ മെത്തേഡ് ഫോളോ ചെയ്ത് തന്നെ +1 +2 കുട്ടികളെ പഠിപ്പിക്കാം. അതുപോലെ ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് കുട്ടികളിൽ ഉണ്ടാവും. കുട്ടികൾക്കറിയാം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതിന്റെ പല എന്താണ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് അവർക്ക് ആലോചിച്ചെടുക്കാനുള്ള കഴിവുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ പ്രോബ്ലം സോൾവിങ് മെത്തേഡ് വഴിയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ നല്ലൊരു ഏജ് ആണ് +1 +2 പീരീഡ്. ദെൻ ദർ ഇസ് ഈഗോ സെൻട്രിസം. അവര് അഡോളസെന്റ് പീരീഡിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്, അവര് ആലോചിക്കുന്നത്, അവരെ പറ്റി തന്നെ ആലോചിക്കുന്ന ഒരു വളരെ യുണീക്ക് വേയിലായിരിക്കും. ഞാനൊരു ഭയങ്കര സംഭവമാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട് വരുന്ന ഒരു പ്രായമാണ് അഡലസൻസ്. അതിനെ വിളിക്കുന്നതാണ് ഈഗോ സെൻട്രിസം. ആൻഡ് ദേ ഓൾവേസ് ഫീൽ ദാറ്റ് ആൾക്കാരെല്ലാം അവരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്നെയാണ് എല്ലാവരും നോക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്ന ടൈമും കൂടെയാണ്. ദെൻ ദർ ഇസ് ഇമാജിനറി ഓഡിയൻസ്, വേറെ ദേ ഫീൽ ലൈക്ക് എവ്രിബഡി ഈസ് വാച്ചിങ് ദം അല്ലെ. നമുക്കും ടീനേജ് പീരീഡ് തോന്നുന്ന ഒരു കാര്യമാണ്. ദെൻ ദർ ഇസ് പേഴ്സണൽ ഫേബിൾ. അവർ സ്വന്തമായിട്ട് അവരെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്യും. ഐ എം സോ സ്പെഷ്യൽ, എനിക്കൊന്നും മോശമായിട്ട് സംഭവിക്കാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ ഒരു തോട്ട് വരുമ്പോൾ ദേ ഓൾസോ ബിക്കം ഡെയർ ഡെവിൾസ് ആൻഡ് ഗോ ഫോർവേഡ് വിത്ത് എന്താണ്, ഭയങ്കര ഇറാഷണൽ ഡിസിഷൻസ് ഉണ്ടാക്കും. പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ട് അവർക്ക് തോന്നുന്ന ചില ഡിസിഷൻസ് മുമ്പോട്ട് വെക്കും. ഇതിന്റെ മേജർ റീസൺ, ഇങ്ങനെയുള്ള ഇമ്പൾസീവ് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് അവർക്ക് അണ്ടർ ഡെവലപ്ഡ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണുള്ളത്. അതുകൊണ്ട് ചലഞ്ചിങ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് പാരന്റ്സിനോടൊന്നും ചോദിക്കില്ല, അവർക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ഡിസിഷൻ എടുത്ത് അവരെ എടുത്ത് ചാടാറുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ദെൻ ദ ഇമോഷണൽ ആസ്പെക്ട് ഓഫ് അഡോളസൻസ് എന്ന് പറയുന്നത് അവർക്കൊന്ന് മൂഡ് സ്വിങ്സ് ഉണ്ട്. പിന്നെ നമ്മൾ എറിക്സന്റെ ഇപ്പോഴത്തെ ആ സ്റ്റേജ് പഠിച്ചപ്പോൾ പഠിച്ചതാണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അവർ കൺഫ്യൂസ്ഡ് ആണ്, അവരുടെ ഐഡന്റിറ്റിയെ പറ്റി അവർ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. അവരത് ആ ഐഡന്റിറ്റി സീക്ക് ചെയ്താണ് പലരിലേക്കും പോകുന്നത്. ചിലരെ നോക്കി അവരെന്ത് ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യും. സ്വന്തം ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ആസ് ടീച്ചേഴ്സ് വി ഷുഡ് ലുക്ക് ഫോർവേഡ് ടു ഹെൽപ്പ് ദം ഇൻ മേക്കിംഗ് സച്ച് എൻ ഐഡന്റിറ്റി. ദെൻ ദർ ഇസ് ഇൻക്രീസ് സെൻസിറ്റിവിറ്റി. കുട്ടി കാര്യം പറഞ്ഞാലോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പുകഴ്ത്തിയാലോ ഒക്കെ ഭയങ്കര ആയിട്ട് അവരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആസ് ടീച്ചേഴ്സ് വി ഓൾവേസ് ട്രൈ ടു ക്രിട്ടിസൈസ് ദം, ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രേസ് ദം വെനെവർ നെസസറി. അവരെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇമോഷണൽ റെഗുലേഷൻ സ്ട്രഗിൾസ് അവരിലുണ്ട്. ബിക്കോസ് നമുക്കറിയാം ഹോർമോണൽ ചേഞ്ചസ്, ബോഡി ചേഞ്ചസ് ഒക്കെ അവർ അണ്ടർഗോ ചെയ്യുന്ന +1 +2 കാലഘട്ടത്തിലാണ്. അപ്പൊ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിന്റെ ഇടയിൽ അവർ ഇത്രയും ടഫായിട്ടുള്ള ഒരു പീരിയഡ് ഓഫ് അക്കാഡമിക്സിലൂടെ കടന്നു പോകുമ്പോൾ ആസ് ടീച്ചേഴ്സ് വി ഷുഡ് ബി വെരി കൺസിഡറേറ്റ്. അഡോളസൻസ് ഇസ് എ പീരിയഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം എന്ന് പറഞ്ഞത് ആരാണ്, ജി സ്റ്റാൻലി ഹോൾ ആണ് ഇൻ 1904. ഇത് ഓർത്ത് വെച്ചേക്ക്, എപ്പോഴും ചോദിക്കും, 1-2 പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. Then Hall described adolescence as a time of emotional turmoil, conflicts and mood swings due to biological and psychological changes. മൈൻഡിലും ചേഞ്ച് ഉണ്ട്, ദേഹത്തും ചേഞ്ച് ഉണ്ട്. അപ്പം രണ്ടും കൂടെ അവരെന്ത് ചെയ്യുന്നു, അവരിലൊരു ടെർമോയിൽ ഉണ്ടാക്കുന്നതാണ്. He believed that adolescence is an experience increased risk taking, rebellious anxiety and transition from childhood to adulthood. ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്ക് ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് അഡോളസൻസ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഉണ്ട്, റെബലിയസ്നെസ് ഉണ്ട്, ആൻസൈറ്റിയും ഉണ്ട്. അദ്ദേഹം ഈ തിയറി സജസ്റ്റ് ചെയ്യുന്നത്, അതായത് പീരിയഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം സജസ്റ്റ് ചെയ്യുന്നതന്നെ ഡാർവിന്റെ എവല്യൂഷണറി തിയറിയെ ബേസിസ് ചെയ്ത്. അതായത് അഡോളസൻസ് പീരീഡിൽ നമ്മൾ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയില്ലേ, അതിൽ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള മൈൻഡുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നല്ല ബെറ്റർ ആയിട്ട് അഡോളസൻസ് സർവൈവ് ചെയ്യുള്ളൂ എന്നാണ് ഹോള് പറഞ്ഞത്.
ഇനി മോട്ടിവേഷണൽ ആസ്പെക്ട് ഓഫ് അഡോളസൻസ്, ഇൻക്രീസ്ഡ് ഓട്ടോണമി ആണ് കുട്ടികൾക്ക്. കുട്ടികൾക്ക് ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്നു, അവർക്കൊരു ഫ്രീഡം വേണം പാരന്റ്സിൽ നിന്നും. അവരുടെ പാരന്റ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡത്തിന് വേണ്ടി അവരെപ്പോഴും എന്ത് ചെയ്യും, പോരാടിക്കൊണ്ടേയിരിക്കും. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ആണ് ശരിക്കും അഡോളസൻസ് പീരീഡിൽ കുട്ടികളെ ഡ്രൈവ് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ ദറ്റ് യു ഗിവ് അപ്രീസിയേഷൻ വെൻ എവർ ഒരു അക്കാഡമിക് ഗോൾ അച്ചീവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോ കരിക്കുലർ ആക്ടിവിറ്റി അച്ചീവ് ചെയ്യുമ്പോഴോ നമ്മുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. ദെൻ ദർ ഇസ് എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രൻസിക് മോട്ടിവേഷൻ. ചിലപ്പം സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഗ്രേഡ്സ് ആയിരിക്കും കുട്ടികളെ ഡ്രൈവ് ചെയ്യുന്നത്. അതുപോലെ അഡോളസന്റ് പീരീഡിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണ്ടാവണമെങ്കിൽ അതിനനുസരിച്ച് കുട്ടി എന്ത് ചെയ്യണം, ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിക്കണം. അപ്പോഴേ ആ കുട്ടിക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. ആൻഡ് ദർ ഷുഡ് ബി ഓൾവേസ് റെഗുലർ കമ്മ്യൂണിക്കേഷൻ ബൈ പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ചിലര് ഇന്റേണൽ മോട്ടിവേഷൻ അച്ചീവ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരെ എന്ത് ചെയ്യുക, അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കുട്ടികളിൽ കാണാറുണ്ട്. അതിന്റെ മേജർ റീസൺ പിയർ പ്രഷറാണ്. കൂടുതലുള്ള കുട്ടികൾ അവരെ പ്രഷറൈസ് ചെയ്യുമ്പോഴാണ് ഈ ഡ്രഗ്സ്, അതുപോലെ ആൽക്കഹോൾ, സിഗരറ്റ് സ്മോക്കിംഗ്, അതിലോട്ടൊക്കെ കുട്ടികൾ കടന്നു പോകുന്നത്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ ദർ ആർ ഈവൻ ഡേറ്റിംഗ് ആപ്പ് ആൻഡ് സൈറ്റ്സ്. വേറെ അവിടെ ഇല്ലെങ്കിൽ ആ കുട്ടി നോട്ട് ഇൻ ട്രെൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആസ് ടീച്ചേഴ്സ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. ആൻഡ് ദർ ഇസ് പിയർ ഇൻഫ്ലുവൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ദർ ഇസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പിയർ ഇൻഫ്ലുവൻസ്. നമ്മൾ നല്ലൊരു കുട്ടികളോട് കൂടുകയാണെങ്കിൽ അവർക്ക് അക്കാഡമിക് സക്സസും ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള സക്സസും ഒക്കെ ആയിരിക്കും അവരുടെ അച്ചീവ്മെന്റ്സ്. അപ്പൊ അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിൽ കുട്ടിയെ വിടുമ്പോൾ കുട്ടി അതിലൂടായിരിക്കും കൂടുതൽ ചായ്വ് കാണിക്കുക. അതേസമയം ഒരു നെഗറ്റീവ് പിയറിന്റെ കൂടെ ആണെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ്, സ്കൂൾ സ്കിപ്പ് ചെയ്യുക, അങ്ങനെയുള്ള റിസ്കി ബിഹേവിയർ ഒക്കെ എന്ത് ചെയ്യും, കുട്ടി കാണിക്കും. പിയറിനാണോ പാരന്റിനാണോ കൂടുതൽ ഇൻഫ്ലുവൻസ് എന്ന് ചോദിച്ചാൽ പിയറിന് ബേസിക്കലി ഇൻഫ്ലുവൻസ് വരുന്നത് സോഷ്യൽ ആക്ടിവിറ്റി, ഫാഷൻ, റിസ്കി ബിഹേവിയേഴ്സിലൊക്കെയാണ് പിയേഴ്സ് പലപ്പോഴും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കാരണം പിയേഴ്സ് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരെന്ന് പറയുന്നതും അവരെ പോലെ ഇമ്മച്യൂർ ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ അണ്ടർസ്റ്റാൻഡിങ് അഡോളസൻസ് പീരീഡിലെ കുട്ടികളുടെ പിയേഴ്സിനെ പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ബോത്ത് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. പിന്നെ പാരന്റ്സിന് എപ്പോഴും ലോങ് ടേം ഇൻഫ്ലുവൻസസ് ആണ് ഉള്ളത് കുട്ടികളുടെ കരിയർ ചോയ്സ്, മോറൽ ഡെവലപ്മെന്റിലൊക്കെ. അതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധ എന്ത് ചെയ്യണം, പാരന്റ്സ് ചെലുത്തണം. ഇനി പാരന്റ്സ് എപ്പോഴും അഡോളസൻസ് പീരീഡിൽ കുട്ടികളുമായിട്ട് ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ്. നമ്മൾ ആവശ്യമില്ലാത്ത ചില മതിലുകൾ കുട്ടികൾക്ക് നമ്മുടെ ഇടയിലും കെട്ടുന്നു എന്നുള്ളതാണ്. ദെൻ ദർ ഇസ് കോൺഫ്ലിക്ട് ഓഫ് ഓട്ടോണമി. അവര് ഫ്രീഡം ആഗ്രഹിക്കുമ്പോൾ അവർക്ക് അത് കൊടുക്കാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുട്ടി ഫ്രീഡങ്ങൾ കൊടുക്കുക. ആൻഡ് ഇഫ് ദേ ആർ ഡൂയിങ് വെൽ, ഇൻക്രീസ് ദി എമൗണ്ട് ഓഫ് ഫ്രീഡം, യു ബിൽഡ് ട്രസ്റ്റ് ഓൺ ദം. ദെൻ ദർ ഇസ് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആൻഡ് റെബലിയൻ. കുട്ടികളുടെ ഔട്ട്ബേസ്റ്റ് ആൻഡ് റെബലിയനും ഒക്കെ ഉണ്ടാവുന്നതിനുള്ള റീസൺ അവരുടെ ദേഹത്ത് ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് അവരുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാനും അങ്ങനെയുള്ള ഒരു സ്ട്രെസ്ഫുൾ ബിഹേവിയറിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അക്കാഡമിക് ആൻഡ് കരിയർ പ്രഷേഴ്സ്, നമ്മൾ അനാവശ്യമായിട്ടുള്ള അവർക്ക് പറ്റാത്ത ടാർഗറ്റ്സ് എന്ത് ചെയ്യരുത്, ഒരിക്കലും സെറ്റ് ചെയ്ത് കൊടുക്കരുത്. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി കൊടുക്കുക. ദെൻ ടെക്നോളജി ആൻഡ് സോഷ്യൽ മീഡിയ കൺസേൺസ് എപ്പോഴും ഉള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രീൻ ടൈം ബാലൻസ് ചെയ്യണം, ഓൺലൈൻ സേഫ്റ്റിയെ പറ്റി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, റിയൽ വേൾഡ് ഇന്ററാക്ഷൻസ് കൂട്ടാൻ ശ്രമിക്കാം. നൗ ഫ്രം ദിസ് ക്ലാസ് ഓൺവേർഡ്സ് ഐ തോട്ട് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിനേക്കാളും നിങ്ങൾക്കും കൂടെ കുറച്ച് പണി തരാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഐ ഹാവ് ആക്ച്വലി ഗിവൺ ഹിയർ 6 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഇത് MSQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇതിൽ ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് ശരിയാണ്. അപ്പം ടേക്ക് യുവർ ടൈം ആൻഡ് ഫ്രീസ് യുവർ സ്ക്രീൻ. പോസ് ചെയ്തതിന് ശേഷം ഇതിന്റെ ആൻസേഴ്സ് താഴെ കമന്റ് ചെയ്യുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. സോ ദിസ് ഇസ് 1 and 2. Pause and do this question. This is 3 and 4. Please pause and do this. Multiple questions, multiple answers correct ആയിട്ടുള്ള questions ആണ്. This is 5 and 6. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ you will get an idea about how to approach MSQs. MSQs ആണ് നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത്. കാരണം എല്ലാ എക്സാംസിലും MCQ MSQയിലോട്ടൊരു ഷിഫ്റ്റ് കാണാം. ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് കറക്റ്റ് ആകുമ്പോൾ ഈ ചാൻസസ് ഓഫ് യു ഗെറ്റിംഗ് ദ ഹോൾ
question right becomes less. അതുകൊണ്ടാണ്. അപ്പോൾ you try. എനിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കമന്റ്സ് നോക്കിയിട്ട് ഐ വിൽ ഓൾസോ ഡിസ്കസ് ദി ആൻസേഴ്സ്. അല്ലെങ്കിൽ ഈ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ആൻസേഴ്സ് കൊടുത്തേക്കാം ആഫ്റ്റർ ഐ ഗിവ് യു സം ടൈം ടു explore. Okay, so that's it from my side. Thank you. Stay tuned. Keep watching at Learn with Gayatri. Like, share, subscribe. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. And so that's it from me. We'll see you soon in another video. Thank you.